ഹായ് ഹലോ ഫ്രണ്ട്സ്. നെക്സ്റ്റ് പ്രൊഫഷണൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫസ്റ്റ് വീഡിയോ പ്രോപ്പറായിട്ട് കണ്ട് നോട്ട്സ് ഒക്കെ എഴുതി പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് OMന്റെ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് സബ് മൊഡ്യൂളായ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്, അതായത് നമ്മുടെ ലാസ്റ്റ് ദിവസം എടുത്ത പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് 3 സബ് മൊഡ്യൂൾസ് കണ്ടു. അത് നമുക്ക് അറൌണ്ട് 5% വെയിറ്റേജ് ആണ് പറയുന്നത്. അറൌണ്ട് നമുക്കൊരു 7 to 8 മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൽ നമുക്ക് 3 മൊഡ്യൂൾസ് ഉണ്ടായിരുന്നു. ആദ്യം ഒരു സ്കോപ്പ് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇൻട്രഡക്ഷൻ മൊഡ്യൂൾ. അതിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? അതിൽ നമ്മൾ ആദ്യം കണ്ടു എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഡ്യുവൽ ഒബ്ജക്റ്റീവ്സ്, ട്വിൻ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ട്വിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പിന്നെ സ്കോപ്പ് ഓഫ് OM കണ്ടു, പിന്നെ മേജർ ഡിസിഷൻസ് ടു ബി മെയ്ഡ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടത്. അതിൽ എന്താണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്? ഓപ്പറേഷൻസ് എന്തായിരുന്നു? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പേരായിരുന്നു ഓപ്പറേഷൻസ്. അതിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. എന്തായിരുന്നു നമ്മുടെ ഡ്യുവൽ ഒബ്ജക്റ്റീവ് അല്ലെ ട്വിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കസ്റ്റമർ സർവീസ് അല്ലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒബ്ജക്റ്റീവ് ആയിരുന്നു. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ പറഞ്ഞ എന്താ? എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ റിസോഴ്സസ് പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവായ കസ്റ്റമർ സർവീസ് അല്ലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂടെ മീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് എന്തുള്ളൂ, എക്സിസ്റ്റൻസ് ഉള്ളൂ അല്ലെ നിലനിൽപ്പുള്ളൂ എന്നാണ് നമ്മൾ എന്ത് കണ്ടത്, ആ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കണ്ടത്. അതുപോലെ പിന്നെയുള്ളൊരു ടോപ്പിക് എന്തായിരുന്നു? സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്തായിരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ കണ്ടു, നമ്മളൊരു എക്സാമ്പിൾ പോലെ നമ്മൾ പറഞ്ഞു തന്നു. ഒരാൾ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കാനായിട്ട് തീരുമാനിക്കുക, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുമ്പോൾ അവിടെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്ന ഏരിയ എന്താണോ, എന്ത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തുമാത്രം അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, അത് എവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, ആ ഫെസിലിറ്റി എങ്ങനെ ആയിരിക്കണം, അത് മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം, ക്വാളിറ്റി എങ്ങനെ എൻഷുർ ചെയ്യണം, അത് അങ്ങനെ നമ്മൾ ഓരോരോ ഡിസിഷൻസ് നമ്മളവിടെ കണ്ടു. അത്തരം കാര്യങ്ങളാണ് നമ്മൾ എവിടെ കവർ ചെയ്തത്? സ്കോപ്പ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മൾ കണ്ടത്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കവർ ചെയ്തത്. രണ്ടാമത്തെ സബ് മൊഡ്യൂൾ നമ്മൾ എന്താണ് കണ്ടത്? രണ്ടാമത്തെ സബ് മൊഡ്യൂൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓപ്പറേഷൻസ് ഫംഗ്ഷൻസ് ആയിരുന്നു. നമുക്ക് 4 പോയിന്റ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 4 പോയിന്റ്സിൽ എന്താണ്? ഒന്നാമത്തെ നമ്മൾ കണ്ടു, മാനുഫാക്ചറിംഗിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. പണ്ടത്തെ പോലെയല്ല, കോമ്പറ്റീഷൻ ഭയങ്കര സ്റ്റിഫാണ്. അതുകൊണ്ട് തന്നെ കുറെ പുതിയ പുതിയ ടെക്നിക്സ് ആൾക്കാർ മാനുഫാക്ചറിംഗിൽ നിന്ന് തന്നെ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ്? സർവീസ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും, പിന്നെ ഡിസപ്പിയറൻസ് ഓഫ് സ്മോക്ക് സ്റ്റാക്സും, പിന്നെ ഈ നമ്മുടെ EF ഷുമാക്കർ അദ്ദേഹത്തിന്റെ ബുക്കിൽ പറഞ്ഞതുപോലെ സ്മോൾ ഹാസ് ബിക്കം ബ്യൂട്ടിഫുൾ എന്നുള്ള കൺസെപ്റ്റും. ഈ ഒരു 4 കാര്യങ്ങളാണ് ഓപ്പറേഷൻസ് ഫംഗ്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ ആ ചാപ്റ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് തേർഡ് സബ് മൊഡ്യൂളിൽ നമ്മൾ എന്ത് കണ്ടു? മെയിൻ ആയിട്ട് റീസെന്റ് ട്രെൻഡ്സ് ആണ് നമ്മൾ അവിടെ കണ്ടത്. അതിന് മുമ്പായിട്ട് എന്താണ്? ഓപ്പറേഷൻസ് വേഴ്സസ് പ്രൊഡക്ഷൻ എന്നുള്ളൊരു ജസ്റ്റ് ഒരു ഡിസ്റ്റിങ്ഷൻ, ഒരു 2 പോയിന്റ് നമ്മൾ കണ്ടായിരുന്നു. ഓപ്പറേഷൻസ് മാനേജ്മെന്റ് വേഴ്സസ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്നുള്ളത് എന്താണ്? അത് 2 പോയിന്റ് ആണുള്ളത്. ഒന്ന്, ഓപ്പറേഷൻസ് എന്നുള്ള വാക്ക് നമ്മൾ കൂടുതൽ പ്രൊഡക്ഷനിലും, അതുപോലെ പ്രൊഡക്ഷൻ എന്നുള്ള വാക്ക് കൂടുതൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തും, ഓപ്പറേഷൻസ് എന്നുള്ള വാക്ക് നമ്മൾ കൂടുതൽ സർവീസ് സെക്ടറിലുമാണ് നമ്മൾ യൂസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഈ പറയുന്ന ടോപ്പിക്കിന്റെ ആ ഒരു ജെനസിസ്, ഏതാണ് ആദ്യം വന്നത് എന്നുള്ളത്, ഓപ്പറേഷൻസ് ആണ്. നമ്മൾ ലേറ്റർ ആയിട്ട്, അതായത് റീസെന്റ് വന്ന ഒരു ടോപ്പിക്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് പണ്ട് തൊട്ടേ നമ്മൾ കേട്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ എന്താണ് നമ്മൾ കണ്ടത്? റീസെന്റ് ട്രെൻഡ്സിൽ നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു. നമ്മുടെ ഗ്ലോബലൈസേഷന്റെ എഫക്റ്റും, അതുപോലെ എന്താണ് ക്വാളിറ്റിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ള കൺസെപ്റ്റും, പിന്നെ ഫ്ലെക്സിബിലിറ്റി, നമ്മൾ അജൈൽ മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി, എങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ലീൻ പ്രൊഡക്ഷൻ, പിന്നെ ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ നമ്മൾ ഒരുപാട് കൺസെപ്റ്റ് നമ്മളവിടെ കണ്ടു. ഇതൊക്കെയാണ് നമുക്ക് റീസെന്റ് ട്രെൻഡ്സിൽ നമ്മൾ കണ്ട പോയിന്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പുതിയ നമ്മുടെ സെക്കൻഡ് സബ് മൊഡ്യൂളിലെ ഫസ്റ്റ് സബ് മൊഡ്യൂളായ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ ചാപ്റ്ററിനെ പറ്റി ഒരു ഓവറോൾ ഒരു ഐഡിയ തരാം. ഇത് ബേസിക്കലി എന്താണ്? ഒരു പ്രാക്ടിക്കൽ പേപ്പറാണ്. നമുക്ക് മെയിൻ ആയിട്ട് എങ്ങനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് വഴി നമുക്ക് ഡിമാൻഡിന്റെ ഇക്വേഷൻ ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫോർമുലേറ്റ് ചെയ്യുക, അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ തിയറി അങ്ങനെ കാര്യമായിട്ടില്ല, എന്നാലും അറൗണ്ട് ഒരു 2 പേജോളം ജസ്റ്റ് ഒരു തിയറി നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കൂടുതലും MCQ ലെവലിലാണ് ഇമ്പോർട്ടൻസ് വരിക.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞു വെക്കുന്നത് ഒന്ന് എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന ജസ്റ്റ് ഒരു നോട്ട്, പിന്നെ ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ്, ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എന്ന് പറഞ്ഞ 3 ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ എന്താണ് മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അത് ക്വാളിറ്റേറ്റീവ് ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടും ഇത്രയും ടോപ്പിക്സ് നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ തിയറിയിലൂടെ ജസ്റ്റ് ഒന്ന് പോവാം. നമുക്ക് ബേസിക്കലി ഇതിൽ പ്രോബ്ലം ആണുള്ളത്, നമുക്ക് അറൗണ്ട് ഒരു 4 to 5 പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ പറയുന്നു ഡിമാൻഡ് എന്താണ്, ഫോർകാസ്റ്റിംഗ് എന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ ആ ഒരു സ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സപ്പോസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന്, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ഏരിയയിൽ നിന്ന് എന്തെങ്കിലും ഒരു തിയറി ക്വസ്റ്റ്യൻ വരുവാണ്, അത് ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു സംഭവം വരുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് എഴുതിയിട്ട് വേണമെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാലും നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ്. സ്റ്റിൽ ഞാൻ പറയുവാണ്, ഇൻ കേസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. മാത്രമല്ല നമുക്ക് കൂടുതലായിട്ട് ഇതിൽ MCQ ഫോക്കസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിക്വയർമെന്റ് ആൻഡ് ഡിസയർ ഓഫ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് പ്രോഡക്റ്റ് ആൻഡ് സർവീസ് ആൻഡ് വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റീസ് ടു പേ ഫോർ അവൈലിംഗ് ദ സെയിം. അപ്പോൾ എന്താണ് പറഞ്ഞു വെക്കുക, ഡിമാൻഡ് എന്താണെന്നാണ് പറയുക, ദ റിക്വയർമെന്റ് ആൻഡ് ഡിസയർ ഓഫ് കസ്റ്റമേഴ്സ് ടു പർച്ചേസ് പ്രൊഡക്റ്റ്. കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ള അവർക്ക് ആ പ്രൊഡക്റ്റ് ആവശ്യം ഉണ്ടാവുകയും അത് വാങ്ങാൻ അവർ തയ്യാറാവുകയും ചെയ്യണം. മാത്രമല്ല അവർക്ക് എന്തുണ്ടാവണം, ഒരു വില്ലിങ്നെസ്സും ഒരു എബിലിറ്റി ഉണ്ടാവണം, അത് അഫോർഡ് ചെയ്യാനായിട്ട്. അതായത് കസ്റ്റമേഴ്സിന് ഒരു പ്രൊഡക്റ്റ് അവർക്കത് വേണമെന്ന് തോന്നണം, അവരത് വാങ്ങാൻ തയ്യാറാവണം, അവർക്കത് വാങ്ങാനായിട്ട് കയ്യിലുള്ള പൈസ ഉണ്ടാവണം, അവർ അതിന് വാങ്ങാനായിട്ട് വില്ലിങ്ങും ആവണം. ഇത്രയും ഫാക്ടേഴ്സ് ഫുൾഫില്ല് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഇത് നമുക്ക് വലിയ റെലവൻസ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് വാങ്ങാനായിട്ട് താല്പര്യമുണ്ട്, അവർക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട്, അവർക്കത് പൈസ അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്, അവരത് പേ ചെയ്യാനും വില്ലിംഗ് ആണ്. ഈ ഒരു സാഹചര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിമാൻഡ് എന്ന് പറയുക. എന്താണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക? Forecasting is the process of making predictions about the future happenings and or requirements based on available informations and evidences. ഇവിടെ പറയുകയാണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫ്യൂച്ചർ ഹാപ്പനിങ്ങിനെ നമ്മൾ ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുക, എങ്ങനെ ആയിരിക്കും ഭാവിയിൽ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും എവിഡൻസസും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് ക്ലിയർ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെയാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ കണ്ടു, ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് കണ്ടു. അപ്പം ഈ ഡിമാൻഡിനെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് അപ്പോൾ നമ്മൾ എന്തെന്ന് പറയുക, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക. Therefore, demand forecasting can be explained as a process of estimating future customer demand for a product or service over a specified period. അതായത് ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാകാവുന്ന ഡിമാൻഡ് എന്താണ് എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക. അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡിമാൻഡ് എന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുവാണ്, ദ പ്രൈമറി ഗോൾസ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഈസ് ടു മാച്ച് സപ്ലൈ ടു ഡിമാൻഡ്. എന്താണ് ഒരു ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഒരു പ്രൈമറി ഗോൾ എന്താണെന്നാണ് പറയുക, ഡിമാൻഡിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ സപ്ലൈനെ മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സപ്പോസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, സപ്പോസ് പ്രോഡക്റ്റ് എക്സ്. ഓക്കെ, ഇപ്പൊ ആ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ സപ്പോസ് ഒരു 20,000 യൂണിറ്റ്സിന്റെ ഡിമാൻഡ് ഉണ്ടെന്ന് കരുതുക. ആ ഒരു 20,000 യൂണിറ്റ്സിന്റെ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കണം, ആ 20,000ന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമുക്ക് ഈ 20,000ന്റെ പ്രൊഡക്റ്റ് ഈ പറഞ്ഞ ഡിമാൻഡ് ഉള്ളിടത്ത് നമ്മൾ 30,000 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സസ് ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാക്കി വെക്കുന്നതിൽ അർത്ഥമില്ല, നമുക്ക് അവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല. കാരണം എന്താ, ആ എക്സസ് 10,000 യൂണിറ്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻസിഡന്റൽ ചാർജസ് വേറെ കുറെ വരുന്നുണ്ട്. അപ്പാർട്ട് ഫ്രം ദ റോ മെറ്റീരിയൽ കോസ്റ്റ് എന്തൊക്കെ വരുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്ത് വെക്കണം. അതുകൊണ്ട് തന്നെ അത്രയും വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ ബ്ലോക്ക് ആവും. അങ്ങനെ നമുക്ക് ഒരുപാട് അഡീഷണൽ ചെലവുകൾ അവിടെ വരും. അതേസമയം ഈ പറയുന്ന 20,000 യൂണിറ്റിന്റെ ഡിമാൻഡ് ഉള്ളിടത്ത് നമുക്കൊരു 10,000 യൂണിറ്റേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, പ്രോപ്പറായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് തന്നെ കുറെ കസ്റ്റമേഴ്സിനെ നമുക്ക് എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന് നമുക്ക് വെറുതെ കൊടുക്കേണ്ടി വരും. നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് അവൈലബിൾ ആവാത്തത് കൊണ്ട് എന്ത് ചെയ്യും, അവർ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്താണോ അത് അന്വേഷിച്ച് പോകും. അതുകൊണ്ട് തന്നെ എന്താണ് പറഞ്ഞു വെക്കുക, ഒരു ഓപ്പറേഷൻസ് മാനേജ്മെന്റിന്റെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഡിമാൻഡിന് മാച്ച് ആവുന്ന രീതിയിൽ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, therefore demand forecasting is essential for determining how much capacity or supply will be needed to
മീറ്റ് ഡിമാൻഡ്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ഏറ്റവും വലിയൊരു ആവശ്യകത എന്താണെന്നാണ് പറയുക, എന്തുമാത്രം കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം, എന്തുമാത്രം സപ്ലൈ നമ്മൾ, എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്ത് സപ്ലൈ ചെയ്യാൻ നമുക്ക് ഉള്ള ആ ഒരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്താണ്, പ്രോപ്പറായിട്ട് ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന്റെ ഒരു ഉദ്ദേശം എന്താണ്? നമ്മൾ ഇന്നലെ അല്ല, ലാസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, എന്താണ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ് എന്നുള്ള പോയിന്റിൽ നമ്മൾ കണ്ടു അവിടുത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. അതെന്തുകൊണ്ടാണ്? കാരണം എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്, എന്തുമാത്രം ആൾക്കാർ വാങ്ങും അല്ലെ വാങ്ങാൻ തയ്യാറാകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ എന്തുമാത്രം ആൾക്കാർ വാങ്ങാൻ തയ്യാറാകും എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യുക? നമുക്ക് എന്താണ് ഫ്യൂച്ചറെ നമ്മൾ ഇന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ള ടെക്നിക്ക് വഴിയാണ്. അതിനിപ്പം ഇതിൽ നമുക്ക് എന്താണ്, എങ്ങനെ അത് പ്രെഡിക്റ്റ് ചെയ്യാം? അതിന് നമുക്ക് പല ടെക്നിക്സ് ഉണ്ട്. നമുക്ക് ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, അതിൽ തന്നെ പല പല ടെക്നിക്സ് നമുക്കുണ്ട്, അത് നമുക്ക് താഴെ കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് വരുന്നത് എന്താണ്, വേരിയസ് ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു റേഞ്ച് ഓഫ് ഫോർകാസ്റ്റിങ്ങിനെ അനുസരിച്ച്, അതായത് എത്ര നാളത്തേക്കിനാണ്, അല്ലെ എന്താണ് ബേസിക്കലി എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതനുസരിച്ചാണ് ഈ പറയുന്ന ഫോർകാസ്റ്റിംഗ് പീരീഡിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ പറയുകയാണ് നമ്മുടെ എന്താണ് പീരീഡ്, അല്ലെങ്കിൽ എന്തുമാത്രം പീരീഡിലേക്കാണ് ഫോർകാസ്റ്റിംഗ് ചെയ്യുക എന്നതിനനുസരിച്ച് നമുക്ക് ഈ പറയുന്ന ഫോർകാസ്റ്റിംഗിന്റെ ടൈപ്പിനെ 3 ആയിട്ട് തിരിക്കാം എന്നാണ് പറയുന്നത്. ഷോർട്ട് ടേം, മീഡിയം ടേം, ലാർജ് ടേം. അതായത് ഷോർട്ട് ടേം അല്ലെങ്കിൽ ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റിംഗ്, മീഡിയം ടേം അല്ലെങ്കിൽ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ്, ലോങ് ടേം അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ്. ഇപ്പോൾ ഇവിടെ അവർ പറഞ്ഞു വെക്കുന്നതാണ് ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റിംഗിൽ നമുക്ക് അറൗണ്ട് ഒരു 1 വീക്ക് ടു എന്താണ് ഒരു 2 months വരെയുള്ള പീരീഡിലേക്കാണ് നമ്മൾ നോർമലി ഫോർകാസ്റ്റ് ചെയ്ത് വരിക. അതുപോലെ മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗിൽ ഒരു 3 to 6 months നമ്മൾ നോർമലി അതിൻ്റെ ഒരു ഫോർകാസ്റ്റിംഗ് പീരീഡ് സ്പ്രെഡ് ആയി കിടക്കുക. ലോങ് റേഞ്ചിൽ 1 year to 2 to 3 years അല്ലെങ്കിൽ 5 years വരെയൊക്കെ ആയിരിക്കും നോർമലി എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ലോങ് ടേം അല്ലെങ്കിൽ ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടാവും ഈ പറയുന്ന 1 week to 2 months, അങ്ങനെയാണെങ്കിൽ 2 to 3 months എവിടെ പോയി? കാരണം 3 to 6 months മീഡിയം കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 months to 12 months അത് എവിടെ പോയി? കാരണം 1 year to ആണ് ലോങ് റേഞ്ച് കിടക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റഫ് ആയിട്ടൊരു എസ്റ്റിമേറ്റ് ആണ്. നോർമലി അറൗണ്ട് ഒരു 3 to 6 months വരെയൊക്കെയാണ് നമ്മളൊരു മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് ചെയ്യാറ്. ഷോർട്ട് റേഞ്ച് നമുക്ക് ചിലപ്പോൾ എന്താണ് ഈവൻ 1 week പോലും ആവണമെന്നില്ല, നമുക്കൊരു 5 days അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എന്താണ് ഒരു 2 months അല്ലെങ്കിൽ 3 months വരെ പോയാലും അതിനെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ടേം എന്ന് വിളിക്കാം. അതുപോലെ ലോങ് ടേം, അത് ചിലപ്പം എന്താണ് ഒരു 8 months അല്ലെ 10 months 1 year 10 year എത്ര വേണമെങ്കിലും ആവാം. അപ്പം ഇവിടെ മെയിൻ ആയിട്ട് അവർ പറഞ്ഞു വെക്കുന്നത് ഇതാണ്, നോർമലി ഈ പറയുന്ന ഷോർട്ട് ടേം എന്ന് പറയുന്നത് ഒരു 2 months വരെയൊക്കെയാണ്, മീഡിയം എന്ന് പറയുന്നത് ഒരു 3 to 6 months ആണ്, ലോങ് ടേം എന്ന് പറയുന്നത് ഒരു 1 to a couple of year അല്ലെങ്കിൽ 3 to 4 year എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുക. എന്നാലും എങ്ങനെയാണ് ഒരു ഫോർകാസ്റ്റിങ്ങിനെ ഷോർട്ട് ടേം, മീഡിയം ടേം അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് കാറ്റഗറൈസ് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അത് ശരിക്കും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എന്താണ് നമ്മുടെ ഉദ്ദേശം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഷോർട്ട് ടേം, ലോങ് ടേം, മീഡിയം ടേം എന്നുള്ളത് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് MCQs ചോദിച്ചിട്ടുണ്ട് പണ്ട്. അതായത് ഇപ്പം എന്താണ് ഒരു സപ്പോസ് ഇപ്പം നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗ് യൂഷ്വലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈലി ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് വിത്ത് ഷോർട്ടർ ലൈഫ് സൈക്കിൾ. അതായത് ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഷോർട്ടർ ലൈഫ് സൈക്കിൾ ഉള്ള ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഷോർട്ടർ ലൈഫ് സൈക്കിൾ ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗ് ആണ് അതിനു വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് MCQലൊക്കെ കാണാറുണ്ട്. അതായത് ഒരു ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഷോർട്ടർ ലൈഫ് സൈക്കിൾ ഉള്ള ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആണ് ചെയ്യുക? ഷോർട്ട് ടേം ആണോ, മീഡിയം ടേം ആണോ, ലോങ് ടേം ആണോ, അതോ നൺ ഓഫ് ദ എബോവ്? ആ ഒരു രീതിയിൽ നമുക്ക് ഒരു MCQ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ താഴെ പറയുന്ന പർപ്പസ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം, ഈ പറയുന്ന പർപ്പസ് സപ്പോസ് ഫിക്സിംഗ് സെയിൽ കോട്ട, ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആണ്? ഷോർട്ട് ടേം ആണോ, മീഡിയം ടേം ആണോ, ലോങ് ടേം ആണോ? ഈ ഒരു നേച്ചറുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി. അല്ലാണ്ട് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് 7 മാർക്കിന് 8 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന ഓരോ ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗിലും വരുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രോപ്പറായിട്ട് 2 or 3 പ്രാവശ്യം ഇതിലൂടെ ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്നാലും ചില ഐറ്റങ്ങൾ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ആ ഒരു വാക്ക് അല്ലെ ആ ഒരു പേര് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താവണം എന്നില്ല,
ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ മീഡിയം ടേം ആണോ എന്ന് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എവിടാണോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നത്, അതായത് ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗ്, ആ ഒരു ഫോർകാസ്റ്റിംഗ് അത് എന്താണ് ഷോർട്ട് ടേം ആണോ മീഡിയം ടേം ആണോ ലോങ് ടേം ആണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് നോക്കുക. ഇതാണ് ഇവിടുത്തെ ഒരു ഐഡിയ, ഇങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. കാരണം ഞാൻ ഇങ്ങനെയാണ് ഇത് പഠിച്ചിട്ടുള്ളത്. അത് അങ്ങനെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എളുപ്പം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ എടുത്തു വെക്കേണ്ട കാര്യം വരില്ല. നിങ്ങൾക്ക് ജസ്റ്റ് എവിടെയാണോ കൺഫ്യൂഷൻ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടോപ്പിക് നോക്കാം. അപ്പം നമുക്ക് ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗ് നോർമലി ഹൈലി ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് വിത്ത് ഷോർട്ടർ ലൈഫ് സൈക്കിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പർപ്പസ് ആണ് ഇവിടെ സെർവ് ചെയ്യപ്പെടുക? ഒന്നാമത് പറയുന്നു എസ്റ്റിമേറ്റിംഗ് ദ ഇൻവെന്ററി റിക്വയർമെന്റ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്സിലേക്കൊക്കെ നമുക്ക് എന്തുമാത്രം നമുക്ക് റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എന്തുമാത്രം ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് എന്താണ് റെഡിയാക്കി അവൈലബിൾ ആക്കി മാറ്റി വെക്കണം എന്നുള്ളൊരു ഡിസിഷൻ. അത് നമുക്ക് ആ ഒരു ഇതിൽ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത് ഷോർട്ട് റൺ ആണ്, കുഴപ്പമില്ല, കൺഫ്യൂഷൻ ഒന്നുമില്ല, ഷോർട്ട് റൺ തന്നെയാണ്. അതുപോലെ രണ്ടാമത് പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഫോർ ഡിസ്പാച്ച് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇതൊക്കെ നമ്മുടെ എന്താണ് ഈ പറയുന്ന നമ്മൾ ഇത്ര പ്രൊഡക്ട്സ് അടുത്ത ഒരു 1 മന്തിലേക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ അറേഞ്ച് ചെയ്യണം, അത് നമുക്ക് എന്താണ് ഒരു ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ നമ്മൾ എങ്ങനെ എടുക്കണം, അല്ല ആ ഒരു എന്തുമാത്രം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യം വരും, എന്തുമാത്രം വെഹിക്കിൾസ് നമ്മൾ അറേഞ്ച് ചെയ്യണം, അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു ഫോർകാസ്റ്റ്, അതും എന്താണ് ഒരു ഷോർട്ട് റൺ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫോർകാസ്റ്റിംഗ് ആണ്. അടുത്തത് പറയുന്നു ഡിസൈഡ് വർക്ക് ലോഡ് ഫോർ മെൻ ആൻഡ് മെഷീൻ. അപ്പം ഇത് എന്താണ്, നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ലേബേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ്, ഇതിന് എന്തുമാത്രം വർക്ക് ലോഡ് കൊടുക്കണം, അതായത് ലേബേഴ്സിനാണെങ്കിൽ എന്തുമാത്രം ഷിഫ്റ്റ് കൊടുക്കണം, ആ ഷിഫ്റ്റിൽ തന്നെ എത്ര അവേഴ്സ് ആണ് അവർക്ക് വർക്ക് കൊടുക്കേണ്ടത്, അത്തരം കാര്യങ്ങളുടെ ഡിസിഷൻ. അതെന്താണ് നമുക്ക് നിയർലി തന്നെ നമുക്ക് മീറ്റ് ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ് ആണ്, നമുക്ക് നിയർലി തന്നെ ഫുൾഫിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അതും നമുക്ക് എന്താണ് ഷോർട്ട് ടേം ഒരു ഫോർകാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നു വർക്കിംഗ് ക്യാപിറ്റൽ എന്തുമാത്രം ആവശ്യമുണ്ടെന്ന് കണ്ടെത്തുക. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുമാത്രം ഫണ്ട് അവൈലബിൾ ആവണം എന്നുള്ള പോയിന്റാണ് വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തുമാത്രം വേണം എന്നുള്ള തീരുമാനവും എന്ത് തന്നെയാണ്, ഷോർട്ട് ടേം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 4 പോയിന്റ് നമുക്ക് നോക്കിയാൽ വലിയ കൺഫ്യൂഷൻസ് ഇല്ല. എന്തുമാത്രം ഇൻവെന്ററി മെയിൻറ്റെയിൻ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ അറേഞ്ച് ചെയ്യണം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ പറയുന്ന ലേബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെഷീൻസ് ഒക്കെ എന്തുമാത്രം വർക്ക് ലോഡ് കൊടുക്കണം, അവിടെ ഒന്നും നമുക്ക് എന്തില്ല, വലിയ കൺഫ്യൂഷൻസ് ഇല്ല, നമുക്ക് ഷോർട്ട് ടൈമിലേക്ക് തന്നെ വരുന്നതാണ്. വർക്കിംഗ് ക്യാപിറ്റലിന്റെ റിക്വയർമെന്റും ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതും എന്താണ് ഷോർട്ട് റൺ തന്നെയാണ്. ഓക്കെ, അടുത്തത് പറയുന്നു സെറ്റപ്പ് ഓഫ് പ്രൊഡക്ഷൻ റൺ ഫോർ ദ പ്രൊഡക്ട്സ്. എന്താണ് പറയുക, പ്രൊഡക്ഷൻ റൺ സെറ്റപ്പ് ചെയ്യുക. എന്തുമാത്രം, അതായത് എത്ര പ്രൊഡക്ഷൻ റണ്ണ് നമുക്ക് വേണം, അതായത് എത്ര ഷിഫ്റ്റ് വേണം, നമുക്ക് 2 ഷിഫ്റ്റ് കൊണ്ട്, അതായത് 8 ഹവേഴ്സിന്റെ 2 ജനറൽ ഷിഫ്റ്റ് വെച്ചാൽ മതിയോ, അതല്ല ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് എന്താണ് 3 ഷിഫ്റ്റ് വെച്ച് ഓവർനൈറ്റും വർക്ക് ചെയ്യേണ്ടി വരുമോ നമ്മുടെ ഈ പറഞ്ഞ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട്. അത്തരം ഡിസിഷൻസ് ഒക്കെ എന്താണ് ഒരു ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗിൽ വരുന്നതാണ്. സെറ്റപ്പ് ഓഫ് പ്രൊഡക്ഷൻ റൺ ഫോർ ദ പ്രൊഡക്ട്സ്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നു ഫിക്സിംഗ് സെയിൽസ് കോട്ട. സെയിൽസ് കോട്ട ഫിക്സ് ചെയ്യുന്നതും എന്താണ് ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗിന്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെയിൽസ് കോട്ട വരുന്നത് ഷോർട്ട് റണ്ണിലാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്തത് പറയുന്നത് ഫൈൻഡ് ദ റിക്വയർഡ് ഓവർ ടൈം ടു മീറ്റ് ഡെലിവറി പ്രോമിസസ്. അതായത് നമുക്ക് നല്ല എക്സസീവ് ഡിമാൻഡോ മറ്റോ മാർക്കറ്റിൽ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനറലി ഉള്ള നമ്മുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് വഴി നമുക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവർ ടൈം എന്തുമാത്രം ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ എടുക്കുക. അതും എന്താണ് നമുക്ക് ഇമ്മീഡിയറ്റ്ലി അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ എന്താണ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഒരു ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗിന്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ പോയി നോക്കാം. ഷോർട്ട് റണ്ണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഇൻവെന്ററി എന്തുമാത്രം ഉണ്ടെന്ന് തീരുമാനിക്കുക, ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക, എന്താണ് വർക്ക് ലോഡ് മെഷീൻസിനുള്ള വർക്ക് ലോഡ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുക, വർക്കിംഗ് ക്യാപിറ്റൽ എന്തോരം വേണമെന്ന് കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ റൺ സെറ്റപ്പ് ചെയ്യുക, സെയിൽസ് കോട്ട ഫിക്സ് ചെയ്യുക, ഓവർ ടൈം എന്തുമാത്രം വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ് ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗിൽ എന്താണ് സെർവ് ചെയ്യപ്പെടുന്ന പർപ്പസുകളാണ്. ഓക്കെ, അടുത്തത് മീഡിയം റൺ ഫോർകാസ്റ്റിംഗ്. മീഡിയം റൺ ഫോർകാസ്റ്റിംഗ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്, യൂഷ്വലി ഫോർ കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സ്, മെഡിസിൻസ് എക്സെട്ര. ഇതിന് വേണ്ടിയിട്ടാണ് മീഡിയം റൺ ഫോർകാസ്റ്റിംഗ് നമ്മൾ ചെയ്യുക. ഷോർട്ട് റൺ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കണ്ടു, ഹൈലി ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് വിത്ത് ഷോർട്ടർ ലൈഫ് സൈക്കിളിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. അതേസമയം മീഡിയം റൺ എന്തിനു വേണ്ടിയിട്ടാണ്, കൺസ്യൂമർ ഡ്യൂറബിൾ പ്രോഡക്ട്സ് അല്ലെങ്കിൽ മെഡിസിൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഫോർകാസ്റ്റിംഗ് മീഡിയം റൺ ഫോർകാസ്റ്റിംഗ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ മീഡിയം റൺ ഫോർകാസ്റ്റിംഗ് നമ്മൾ എടുക്കേണ്ടി വരുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണ്,
ഒന്ന് പറയുന്നു ബഡ്ജറ്ററി കൺട്രോൾ ഓവർ എക്സ്പെൻസസ്. അതായത് എന്താണ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് അതിന് പുറമെ നമുക്ക് ഈ പറയുന്ന എന്താണ് എക്സ്പെൻസസിലുള്ള അതായത് എക്സ്പെൻസസിനെ നമുക്ക് എന്താണ് എല്ലാത്തിനും നമ്മളൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ഓരോ ഐറ്റവും പ്രോപ്പറായിട്ട് നമുക്ക് ഈ പറയുന്ന ലെവലിൽ നിർത്താൻ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പീരിയോഡിക്കലി അനലൈസ് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുകയാണ് മീഡിയം റൺ ഫോർകാസ്റ്റിംഗിലെ ഒരു ഐറ്റം ആണ്, അല്ലെ ഒരു പർപ്പസ് ആണ് എന്ത്, ബഡ്ജറ്ററി കൺട്രോൾ ഓവർ എക്സ്പെൻസസ്, അത് ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത്. രണ്ടാമത് പറയുന്നത് ഡിവിഡൻഡ് പോളിസി. ഇപ്പൊ ഡിവിഡൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ വരിക, എപ്പോഴൊക്കെയാണ് കമ്പനി എത്ര രൂപ ഡിവിഡൻഡ് കൊടുക്കണം, അത്തരം തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ ക്വാർട്ടർലി കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി കൊടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആനുവലി കൊടുക്കുന്നുണ്ടാവാം. ഈ തീരുമാനങ്ങളൊക്കെ എന്താണ്, ഒരു ലോങ് ടേമിലേക്കുള്ള ഫോർകാസ്റ്റിംഗ് അല്ല, എന്നാൽ ഒരു ഷോർട്ട് ടേമിലേക്കാണോ, അല്ല, അത് പീരിയോഡിക്കലി ചിലപ്പോൾ ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി അല്ലെങ്കിൽ ആനുവലി ഒക്കെ ആയിരിക്കും കൊടുക്കുക. അത്തരം തീരുമാനങ്ങളൊക്കെ എന്തിൽ വരും, മീഡിയം റൺ ഫോർകാസ്റ്റിംഗിൽ വരും, ഡിവിഡൻഡ് പോളിസി. മൂന്നാമത് എന്താ പറയുക, ഫൈൻഡ് ആൻഡ് കൺട്രോൾ മെയിൻ്റനൻസ് എക്സ്പെൻസസ്. എന്താണ് മെയിൻ്റനൻസ്, നമ്മുടെ ഈ പറയുന്ന മെഷീൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്യണം. അപ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്യണോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യാറായോ, അത് പ്രോപ്പർ ആയിട്ട് ചെയ്യപ്പെടുന്നുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും, മീഡിയം റൺ ഫോർകാസ്റ്റിംഗിലായിരിക്കും. അടുത്തത് പറയുന്നു ഡിറ്റർമൈൻ ഷെഡ്യൂൾസ് ഓഫ് ഓപ്പറേഷൻസ്. അതായത് ഷെഡ്യൂൾസ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തിലായിരിക്കും എന്നാണ് പറയുക, മീഡിയം റൺ ഫോർകാസ്റ്റിംഗിലായിരിക്കും എന്നാണ് പറയുക. ലാസ്റ്റ് പറയുന്നു പ്ലാൻ ഫോർ കപ്പാസിറ്റി അഡ്ജസ്റ്റ്മെന്റ്. അതായത് നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കപ്പാസിറ്റിയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് അഡീഷണലി എന്തെങ്കിലും മെഷീൻസ് വാങ്ങുകയോ, അതായത് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഒബേസിറ്റി ഷെഡ് ചെയ്തിട്ട് എന്താണ് നമ്മൾ കോർപ്പറേറ്റ് ഡൗൺ സൈസിങ് എന്നൊക്കെ പറയുന്നത് പോലെ, അതുപോലെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരുമോ, അങ്ങനെ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ അതും എന്തിൽ തന്നെയാണ്, മീഡിയം റൺ ഫോർകാസ്റ്റിംഗിലാണ് കവർ ചെയ്യപ്പെടുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാനാണെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ, ഡിവിഡൻഡ് പോളിസി, കൺട്രോൾ മെയിൻ്റനൻസ് എക്സ്പെൻസസ്, അതുപോലെ സ്കെഡ്യൂൾസ് ഓഫ് ഓപ്പറേഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നതും പിന്നെ കപ്പാസിറ്റി അഡ്ജസ്റ്റ്മെന്റ്സും. ഇത്രയും കാര്യങ്ങൾ എവിടെയാണ് വരിക, മീഡിയം റൺ ഫോർകാസ്റ്റിംഗിലാണ് വരിക. ഓക്കെ, ലാസ്റ്റത്തെ ടോപ്പിക് അല്ല, നമ്മുടെ ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗിൽ ലാസ്റ്റത്തെ ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗ് ലോങ് റൺ ഫോർകാസ്റ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുക, യൂഷ്വലി ഫോർ ഡെയിലി യൂസ് റൂട്ടീൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ലോങ് റൺ ഫോർകാസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് മെയിൻലി 5 പർപ്പസ് ആണ് ഇവിടെ സെർവ് ചെയ്യപ്പെടുക. ഒന്നാമത് പറയുന്നു എന്താണ്, എക്സ്പെക്റ്റഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഫ്യൂച്ചറിലേക്ക് ഡെവലപ്മെന്റിലേക്കും മറ്റുമായിട്ട് എന്തുമാത്രം ക്യാപെക്സ് ആവശ്യമുണ്ടെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് നമുക്ക് എന്താണ് പോയിന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ലോങ് റണ്ണിലേക്കുള്ള കാര്യമാണ്. രണ്ടാമത് ക്യാഷ് ഫ്ലോ ഫ്രം സെയിൽസ് എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ക്യാഷ് ഫ്ലോ എത്രയാണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അതും നമ്മൾ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക്, നെക്സ്റ്റ് ഇയറിലേക്ക് അല്ലെങ്കിൽ അടുത്ത 2 ഇയറിലേക്ക് എന്തുമാത്രം ക്യാഷ് ഫ്ലോ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അത്തരം നമ്മുടെ ഫോർകാസ്റ്റിംഗ് ഒക്കെ ലോങ് ടേമിലാണ് അല്ലെങ്കിൽ ലോങ് റണ്ണിലാണ് കാണുക. പിന്നെന്താണ്, പ്ലാൻ ഫോർ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെന്റ്. എന്തുമാത്രം മാൻ പവർ റിക്വയർമെന്റ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് വേണം എന്നുള്ളത് എന്ത് ചെയ്യുക, ആന്റിസിപ്പേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുക. അത് എന്തിലാണ് വരുന്നത്, ലോങ് റൺ ഫോർകാസ്റ്റിംഗ് ആണ്. അതേസമയം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ലേബറേഴ്സ് അല്ലെങ്കിൽ മാൻ പവർ, അവർക്ക് എങ്ങനെ വർക്ക് അലോട്ട് ചെയ്യണം എന്നുള്ളത് എവിടെയാണ് വരിക, നമ്മുടെ ഷോർട്ട് റണ്ണിലാണ് വരിക. നമ്മൾ ഓൾറെഡി കണ്ടു, ഷോർട്ട് റണ്ണിലാണ് ഈ പറയുന്ന നമ്മുടെ ലേബർ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മെഷീൻസിനൊക്കെ എന്തുമാത്രം വർക്ക് ലോഡ് കൊടുക്കണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതേസമയം ഫ്യൂച്ചറിലേക്കുള്ള മാൻ പവർ റിക്വയർമെന്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരു ലോങ് റൺ ഫോർകാസ്റ്റിംഗിന്റെ പാർട്ടാണ്. ഓക്കെ, പിന്നെ പറയുന്നു പ്ലാൻ ഫോർ മെറ്റീരിയൽ റിക്വയർമെന്റ്. അപ്പം ഈ ഒരു പോയിന്റ് എന്താണ്, കുറച്ച് കൺഫ്യൂസിങ് ആവാം. അതായത് മെറ്റീരിയൽ എന്തുമാത്രം ആവശ്യം വരും എന്നുള്ള ആ ഒരു പ്ലാൻ. അപ്പോൾ അത് നമുക്ക് തോന്നാം അത് ഷോർട്ട് റൺ ആണോ, അല്ലെങ്കിൽ മീഡിയം റണ്ണും ആവാലോ, അതല്ലെങ്കിൽ ലോങ് റൺ ആവാലോ, നമുക്ക് കൺഫ്യൂഷൻ വരാം. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സ്പെഷ്യലി എന്ത് ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ലോങ് റൺ ഫോർകാസ്റ്റിംഗിന്റെ പാർട്ടാണ്, പ്ലാൻ ഫോർ മെറ്റീരിയൽ റിക്വയർമെന്റ്. ലാസ്റ്റത്തേത് പറയുന്നു R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്നിട്ട് പാർട്ടാണ്, ലോങ് റണ്ണിന്റെ പാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ 5 പോയിന്റിൽ എന്താണ്, ഫ്യൂച്ചറിലേക്കുള്ള ക്യാപെക്സ്, ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോ, പിന്നെ ഫ്യൂച്ചർ മാൻ പവർ റിക്വയർമെന്റ്, പിന്നെ R&D, ഇതൊക്കെ ലോങ് റൺ ആണെന്ന് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. പ്ലാൻ ഫോർ മെറ്റീരിയൽ റിക്വയർമെന്റും ലോങ് റൺ ആണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് പറഞ്ഞതുപോലെ പ്രിഡോമിനൻ്റ്ലി MCQ ഫോക്കസ്ഡ് ആയിട്ടാണ് നമ്മളിത് നോക്കുക, നമുക്ക് അതിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എവിടൊക്കെ എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ, അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഫോക്കസ് ചെയ്ത് അത് മാത്രം നിങ്ങൾ നോക്കി വരിക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഏരിയ നിങ്ങൾ കവർ ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഇതാണ്. ഈ ഒരു തിയറി ഏരിയയിലെ ലാസ്റ്റ് ടോപ്പിക് ഇതാണ്. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ മെത്തേഡ്സ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, പിന്നെ ഉള്ളത് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിൽ നമുക്ക് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്.
ഒന്നാമത് പറയുന്നു ഡെൽഫി മെത്തേഡ്. എന്താണ് ഡെൽഫി മെത്തേഡ്? ഇപ്പൊ ഡെൽഫി മെത്തേഡിൽ പറയാണ് an iterative group process which employs group of experts, staff, respondents to obtain forecast. അതായത് ഫോർകാസ്റ്റ് നമുക്ക്, അതായത് ഒരു ഫോർകാസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കളക്റ്റീവ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കമ്മിറ്റി പോലെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? കുറെ എക്സ്പേർട്സ് ഉണ്ട്, നമ്മുടെ കമ്പനിയിൽ തന്നെ കുറെ സ്റ്റാഫ് ഉണ്ട്, പിന്നെ കുറെ റെസ്പോണ്ടൻസ് ഉണ്ട്. ഇവരെല്ലാം കൂടെ കൂടി ഒരു കമ്മിറ്റി പോലെ ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഈ പറയുന്ന ഫോർകാസ്റ്റിംഗ് നടത്തുന്നു. അതിനെയാണ് നമ്മൾ ഡെൽഫി മെത്തേഡ് എന്ന് പറയുക. അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, MCQ പർപ്പസിന് എന്താണ് ഈ ഒരു സെന്റൻസ് തന്നിട്ട് ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ എന്ത് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ് ആണെന്നുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. എന്താണ്? ഇറ്റ്സ് ആൻ ഐറ്ററേറ്റീവ് ഗ്രൂപ്പ് പ്രോസസ് വിച്ച് എംപ്ലോയ്സ് ഗ്രൂപ്പ് ഓഫ് എക്സ്പെർട്ട്, സ്റ്റാഫ്, റെസ്പോണ്ടൻസ് എക്സെട്ര എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അത് ഡെൽഫി മെത്തേഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ ക്വാളിറ്റേറ്റീവിലെ രണ്ടാമത്തെ അപ്രോച്ച് സെയിൽസ് ഫോഴ്സ് കോമ്പോസിഷൻ മെത്തേഡ്. അപ്പൊ അതിൽ പേരിൽ പറയുന്നത് പോലെ തന്നെ ആരാണ് ഈ ഫോർകാസ്റ്റിംഗിലെ മെയിൻ താരം, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഡിസിഷൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് ആരാണ്? സെയിൽസ് ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ പറയാണ് ഗ്രൂപ്പ് കംപ്രൈസിംഗ് മെമ്പേഴ്സ് ഫ്രം സെയിൽസ് ഫോഴ്സ് ഓഫ് ദ കമ്പനി ആർ ആസ്ക്ഡ് ടു എസ്റ്റിമേറ്റ് ദ ലൈക്ലി ഡിമാൻഡ് ഇൻ റെസ്പെക്റ്റീവ് സെയിൽസ് സോൺ. ഓരോ സെയിൽസ് സോണിലും എന്തുമാത്രം ഡിമാൻഡ് അല്ലെ എന്തുമാത്രം സെയിൽ നടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് ആരെ കൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യിപ്പിക്കുക, അല്ലെ ആരെ കൊണ്ട് ഫോർകാസ്റ്റ് ചെയ്യിപ്പിക്കുക? അതാത് സോണിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ് ഫോഴ്സിനെ കൊണ്ട് ഫോർകാസ്റ്റ് ചെയ്യിപ്പിക്കുക. അതാണ് സെയിൽസ് ഫോഴ്സ് കോമ്പോസിഷൻ മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡ് എന്താ? കൺസ്യൂമർ പാനൽ സർവേ മെത്തേഡ്. ഇപ്പൊ ഇവിടെ എന്താണ്, ആരാണ് ഇവിടുത്തെ ഫോക്കസ്? കൺസ്യൂമർ ആണ് ഫോക്കസ്. അപ്പൊ ഇവിടെ പറയാണ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ആർ ആസ്ക്ഡ് അബൌട്ട് ദിയർ പർച്ചേസ് പ്ലാൻസ് ടു അസർട്ടൈൻ ഫ്യൂച്ചർ ഡിമാൻഡ് ഫോർകാസ്റ്റ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് എന്തിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്നു? കസ്റ്റമേഴ്സിന്റെ ഒപ്പീനിയൻ വെച്ചിട്ട്, അല്ലെങ്കിൽ അവർ എന്തുമാത്രമാണ് അവരുടെ ഒരു വാങ്ങിക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട് അവരുടെ ഒരു പ്ലാൻ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നു. ഇതാണ് കസ്റ്റമർ പാനൽ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതായത് കൺസ്യൂമർ പാനൽ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റേറ്റീവില് നമുക്ക് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്: ഡെൽഫി മെത്തേഡ്, സെയിൽസ് ഫോഴ്സ് കോമ്പോസിഷൻ മെത്തേഡ്, കൺസ്യൂമർ പാനൽ സർവേ മെത്തേഡ്. ഇതും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒരു MCQ പർപ്പസിന് തന്നെ മനസ്സിലാക്കി വെക്കുക. അതിൽ തന്നെ ഇമ്പോർട്ടൻസ് സാധനം ഡെൽഫി മെത്തേഡ് ആണ്. ബാക്കി രണ്ട് നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഏരിയ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. മെയിൻലി നമുക്ക് 2 ടോപ്പിക്കാണ് ഇവിടെ കാണാനുള്ളത്. ഒന്ന് ടൈം സീരീസ് അനാലിസിസും മറ്റൊന്ന് റിഗ്രഷൻ അനാലിസിസും. ഈ റിഗ്രഷൻ അനാലിസിസ് ആണ് നമുക്ക് എന്തുള്ളത്, പ്രോബ്ലംസ് ഉള്ളത്. ടൈം സീരീസ് അനാലിസിസിന് നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ടൊരു പ്രോബ്ലം ഉണ്ട്, പക്ഷേ ഇന്റർവെൽ അത് അത്ര റെലവൻസ് ഇല്ലാത്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിലേക്ക് ഒരുപാട് സ്ട്രെസ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. കാരണം അത് ഇച്ചിരി ലെങ്തി ആണ്, കുറച്ച് വാസ്റ്റ് ആണ്. നിങ്ങൾ നോക്കിയാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാനില്ല. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും അതിൽ നിന്ന് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടൈം സീരീസ് അനാലിസിസ് നിങ്ങൾക്ക് എന്താണ് കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല. എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് MCQ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് പോലെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ടൈം സീരീസ് അനാലിസിസ് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തരാം. അപ്പൊ ഈ മെത്തേഡിൽ എന്താണ് ചെയ്യുക? അണ്ടർ ദിസ് മെത്തേഡ് ടു മേക്ക് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ടൈം സീരീസ് ഡേറ്റാസ് ഓഫ് ആക്ച്വൽ ഡിമാൻഡ് ഫോർ ഹിസ്റ്റോറിക്കൽ പ്രീവിയസ് പീരിയഡ്സ് ആർ ടേക്കൺ. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നടന്നിട്ടുള്ള ആക്ച്വൽ ഡിമാൻഡ് അല്ലെ ആക്ച്വൽ സെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ടൈം സീരീസ് അനാലിസിസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുക. അപ്പൊ ഇത് എങ്ങനെയാണെന്നാണ് പറയുക? ടു മേക്ക് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ടൈം സീരീസ് ഡേറ്റ ഓഫ് ആക്ച്വൽ ഡിമാൻഡ് ഫോർ ഹിസ്റ്റോറിക്കൽ പ്രീവിയസ് പീരിയഡ്സ് ആർ ടേക്കൺ. പീരിയോഡിക്കൽ വൈസ് ആക്ച്വൽ ഡിമാൻഡ് ഡേറ്റ ഫ്ലക്ച്വേറ്റ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഓരോ വർഷവും അല്ലെ അതിൽ തന്നെ ഓരോ ക്വാർട്ടറിലും അല്ലെ ഓരോ സീസൺ അനുസരിച്ച് എന്താണ് ഈ പറയുന്ന ഡിമാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇവിടെ പറയുകയാണ് ഈ പറയുന്ന ഈ ഫ്ലക്ച്വേഷൻസിന് കാരണമാകുന്നത് 4 ഫാക്ടേഴ്സ് ആണ്. 1 ട്രെൻഡ്, 2 സീസണാലിറ്റി, 3 സൈക്ലിക്കൽ, 4 ഇറഗുലർ. ഈ പറയുന്ന ടൈപ്പ് ഓഫ് വേരിയൻസസ് കാരണമാണ് നമുക്ക് എന്ത് വരുന്നത്, ഈ പറയുന്ന ടൈം സീരീസ് അനാലിസിസിൽ ഈ പറയുന്ന ഫ്ലക്ച്വേഷൻസ് വരുന്നതെന്നാണ് പറയുക. അപ്പൊ എന്താണ് ട്രെൻഡ് എന്നുള്ളത്? എന്താണ് ട്രെൻഡ്? ഇവിടെ പറയുന്നുണ്ട് എ ലോങ് ടേം അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മൂവ്മെന്റ് ഇൻ ദ ഡേറ്റ ഓവർ ദ പാസ്റ്റ് പീരീഡ്. അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് എന്താണ് ഒരേപോലെ ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ പോവുകയാണ്. അപ്പൊ നമ്മൾ അതിനെ ഒരു ട്രെൻഡ് എന്ന് പറയും. അതായത് ഇതിന്റെ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ്, ഇതിന്റെ ഡിമാൻഡ് കുറഞ്ഞു വരുവാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് കൂടി വരുവാണ്. അപ്പം അതാണ് ട്രെൻഡ് എന്നും കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പം ഏതൊരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളിലെ ഡേറ്റ എടുത്ത് നോക്കിയാൽ അതിലുണ്ടാവുന്ന വേരിയൻസ് 4 ഫാക്ടേഴ്സ് കൊണ്ടാവാം. ഒന്നെങ്കിൽ അതൊരു ട്രെൻഡ് ആവാം, അല്ല ഒരു ട്രെൻഡ് കാരണമാവാം അതങ്ങനെ മാറിയിരിക്കുന്നത്, അതിന്റെ ഡിമാൻഡ് കൂടുന്നത് അല്ലെങ്കിൽ കുറയുന്നത്. അല്ലെങ്കിൽ എന്താവാം, സീസണാലിറ്റി ആവാം. സീസണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില പ്രൊഡക്ട്സ് നമുക്കറിയാം, ചില പ്രൊഡക്ട്സിന് അതിന് ചില പർട്ടിക്കുലർ ടൈമിൽ ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും.
ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ സ്കൂൾ ബാഗ് കാര്യങ്ങൾ. ഒരു മെയ് ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ജൂൺ മന്ത് ആ ഒരു ടൈമിൽ ഈ സ്കൂൾ ബാഗിനൊക്കെ ഡിമാൻഡ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ആ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ സീസണാലിറ്റി ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുക. സീസൺസിനനുസരിച്ച്, അതായത് റെഗുലർ ആയിട്ട് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഈ പറയുന്ന വേരിയേഷൻസ് ഉണ്ടാവും. അത് എന്താണ്, സീസണാലിറ്റിയുടെ ഫാക്ടർ ആണെന്നാണ് പറയുക. പിന്നുള്ളത് സൈക്ലിക്കൽ വേരിയൻസ്. അവിടെ പറയാണ് വേരിയേഷൻ ഇൻ ദ ഡേറ്റ ഓഫ് മോർ ദാൻ 1 ഇയർ ഡ്യൂ ടു സൈക്ലിക്കൽ വേരിയേഷൻ ഇൻ ദ എക്കണോമി. എന്ന് പറഞ്ഞാൽ എന്താ, എക്കണോമിയിലുള്ള സൈക്കിൾസിന്റെ വേരിയേഷൻ. അതായത് എക്കണോമിയിലുള്ള സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുക, നമ്മുടെ ഈ ഒരു റിസഷൻ, ബൂം, ആ ഒരു ഫേസ്. അങ്ങനെ ഈ പറയുന്ന ഓരോ ഫേസ് കാരണം എന്താണ്, ആൾക്കാരുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം കാര്യങ്ങളൊക്കെ കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കും. അപ്പൊ അതിനനുസരിച്ച് എന്താണ് ഈ പറയുന്ന പ്രൊഡക്റ്റിൽ നിന്നുള്ള സെയിൽ അല്ലെങ്കിൽ ഡിമാൻഡിലും ഇതിനെ അഫക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് പറയുകയാണ് സൈക്ലിക്കൽ വേരിയൻസും എന്താണ് ഈ പറയുന്ന ഡിമാൻഡിന്റെ ഡീവിയേഷൻ ഉണ്ടാവാനുള്ള കാരണത്തിൽ ഒരു ഫാക്ടർ ആവാം സൈക്ലിക്കൽ വേരിയൻസ്. ലാസ്റ്റത്തെ പോയിന്റ് പറയാണ് ഇറഗുലർ ഓർ റാൻഡം വേരിയൻസ്. അത് എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ റെഗുലർ അല്ല, അതായത് റാൻഡം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് വേരിയേഷൻ ആയിരിക്കും ഈ പറയുന്ന നമുക്ക് ഡിമാൻഡിലുള്ള ഫ്ലക്ച്വേഷന് കാരണം. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഈ പറയുന്ന ടൈം സീരീസ് അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, പാസ്റ്റിലെ കുറച്ച് ഡിമാൻഡ് ഡേറ്റ നമ്മൾ എടുക്കുന്നു. ഈ പറയുന്ന ഡിമാൻഡ് ഡേറ്റയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം. ആ പറയുന്ന ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാനുള്ള കാരണം മെയിൻലി 4 കാരണമായിരിക്കും. ഒന്നെങ്കിൽ ട്രെൻഡ് ആവാം, അല്ലെങ്കിൽ സീസണാലിറ്റി ആവാം, അതല്ലാന്നുണ്ടെങ്കിൽ സൈക്ലിക്കൽ വേരിയേഷൻ, നമ്മുടെ എക്കണോമിക് സൈക്കിൾസ് കാരണമുള്ള വേരിയേഷൻസ്, പിന്നുള്ളത് ഇറഗുലർ അല്ലെങ്കിൽ റാൻഡം ആയിട്ടുള്ള വേരിയൻസ്. ഈ പറയുന്ന 4 വേരിയൻസ് കാരണമാകാം ഈ പറയുന്ന ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 4 ടൈപ്പ് ഓഫ് വേരിയൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ തന്നെ എന്താണ് ട്രെൻഡ് എന്നുള്ളത്, ലോങ് ടേം അപ്വേർഡ് ഓർ ഡൗൺവേർഡ് മൂവ്മെന്റ് ഇൻ ഡേറ്റയാണ് ട്രെൻഡ് എന്നുള്ളത് മനസ്സിലാക്കുക. സീസണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർലി റെഗുലർ വേരിയേഷൻ ആണ് സീസണാലിറ്റി എന്നുള്ളതും, റാൻഡം അൺഎക്സ്പ്ലെയിൻഡ് വേരിയൻസ് ആണ് ഇറഗുലർ വേരിയൻസ് എന്നുള്ളതും മനസ്സിലാക്കി വെക്കുക. അതുപോലെ എക്കണോമിയിലുള്ള സൈക്ലിക്കൽ വേരിയേഷൻ ആണ് എന്തിന്റെ കാരണം, സൈക്ലിക്കൽ വേരിയൻസിന്റെ കാരണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണമെങ്കിൽ MCQ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ കവർ ചെയ്തത് എന്താണ്, ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. ക്വാണ്ടിറ്റേറ്റീവിലെ ഫസ്റ്റ് ടെക്നിക് ആയിരുന്നു ടൈം സീരീസ് അനാലിസിസ്. ആ ടൈം സീരീസ് അനാലിസിസിൽ നമ്മൾ എന്താണ് ചെയ്യുക, പാസ്റ്റ് കുറച്ച് ഡേറ്റ എടുക്കുന്നു, അനലൈസ് ചെയ്യുന്നു, ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, ആ ഫ്ലക്ച്വേഷൻസിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അത് 4 കാരണങ്ങളാവാം. ഒന്നെങ്കിൽ എന്താണ്, ട്രെൻഡിലുള്ള മാറ്റം, ഒരു ട്രെൻഡ് ആവാം, ഒരു അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് കൺസിസ്റ്റന്റ്ലി അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെന്റ്, അല്ലെങ്കിൽ സീസണൽ ആവാം. അതായത് ഓരോ സർക്കിളിലും ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതൽ ഡിമാൻഡോ കുറവ് ഡിമാൻഡോ ഉണ്ടാകുന്ന ഒരു ഫാക്ടർ. മൂന്നാമത് പറയുന്നു സൈക്ലിക്കൽ വേരിയൻസ്. സൈക്ലിക്കൽ വേരിയൻസ് എന്താണ്, എക്കണോമിയിലുള്ള സൈക്കിൾസിലുള്ള ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വേരിയൻസ് ആണ് സൈക്ലിക്കൽ വേരിയൻസ്. നാലാമത് പറയുന്നു ഇറഗുലർ അല്ലെങ്കിൽ റാൻഡം ആയിട്ട് സംഭവിക്കുന്ന വേരിയൻസ്. അത് എന്താണെന്നുള്ളത്, അത് അൺഎക്സ്പ്ലെയിൻഡ് വേരിയൻസ് ആണെന്നാണ് പറയുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈം സീരീസ് അനാലിസിസിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉള്ളൊരു പോയിന്റ്. ലാസ്റ്റ് ടോപ്പിക് റിഗ്രഷൻ അനാലിസിസ്, അതായത് നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മുടെ ഒരു ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ്. ഇവിടെ പറയുകയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർകാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്തിന്റെ ഹെൽപ്പിൽ, ഒരു വേരിയബിൾ നേച്ചറിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഹെൽപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസിൽ ചെയ്യുക. ഇവിടെ പറയാണ് ഫോർകാസ്റ്റ് ഓഫ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ ഇസ് മെയ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് വേരിയബിലിറ്റി നേച്ചർ വിത്ത് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഹെൽപ്പോടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂനെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ റിഗ്രഷൻ അനാലിസിസിൽ ചെയ്യുക. അപ്പം ഇതിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് എന്തുള്ളത്, ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പം അതിൽ നമ്മുടെ ഫോർമുല വരുന്നത് ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുക. y = a + bx. ഇതിൽ ഈ പറയുന്ന വൈയും ഈ പറയുന്ന എക്സും ഇതാണ് വേരിയബിൾസ്. ഈ വേരിയബിൾസിൽ നമുക്കിത് ഈ ഓരോ എ ബി എക്സ് വൈ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അതും ഈ പറയുന്ന ഓരോ സാധനങ്ങളും MCQയിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് y എന്താണ് ഉദ്ദേശിക്കുക, a എന്താണ് ഉദ്ദേശിക്കുക, b എന്താണ് ഉദ്ദേശിക്കുക, x എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇവിടെ പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, y = a + bx. ഇപ്പൊ നമ്മുടെ എന്താണ് റിഗ്രഷൻ അനാലിസിസ് എന്താണെന്നാണ് പറഞ്ഞത്, ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂവിനെ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്, ഈ പറയുന്ന y ആണ്.
അപ്പൊ ആ y ആയിരിക്കും എന്ത് ഡിപെൻഡന്റ് വേരിയബിൾ. ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ സഹായത്തോടെ ഒരു ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ y ആണ് എന്ത് ഡിപെൻഡന്റ് വേരിയബിൾ, x ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇത് രണ്ടുമാണ് ഈ പറയുന്ന ഫോർമുലയിലെ വേരിയബിൾസ് എന്ന് പറയാം. അപ്പം x എന്താണ്, x ഇൻഡിപെൻഡന്റ് വേരിയബിളും y ഡിപെൻഡന്റ് വേരിയബിളും ആണെന്ന് മനസ്സിലാക്കി വെക്കുക. b എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന റിഗ്രഷൻ ഇക്വേഷന്റെ അല്ലെങ്കിൽ റിഗ്രഷൻ ലൈനിന്റെ സ്ലോപ്പ് ആണ്. അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന നമ്മുടെ റിഗ്രഷൻ ഇക്വേഷനിൽ ബി കൊണ്ട് എന്താണ് അർത്ഥമാക്കുക എന്നുള്ളത്, അത് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷന്റെ സ്ലോപ്പ് ആണ്. പിന്നെ a എന്താന്നുള്ളത് y ആക്സിസിൽ ഇന്റർസെപ്റ്റ് ആണ് a. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് അങ്ങനെ കണ്ടിട്ടില്ല, ചോദിക്കുന്നത് കണ്ടിട്ടില്ല, ബട്ട് ജസ്റ്റ് എന്നാലും അറിഞ്ഞിരിക്കുക. അപ്പം ഡിപെൻഡന്റ് വേരിയബിൾ ആയ y-യുടെ വാല്യൂവിനെ x എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂയിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, റിഗ്രഷൻ ഇക്വേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? അപ്പൊ അതിന് നമുക്ക് എന്താണ് ഇല്ലുസ്ട്രേഷൻസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ 4 ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. മാത്രമല്ല ഈ പറയുന്ന റിഗ്രഷൻ അനാലിസിസിന്റെ വേറെ എക്സാമ്പിളും കൂടെ ഉണ്ട്. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അതിൽ തന്നെ ഈ പറഞ്ഞ 5 ക്വസ്റ്റ്യൻസിനെ നമുക്ക് 2 ടൈപ്പ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ 2 ഇക്വേഷൻസ് നമുക്കുണ്ട്. ആ 2 ഇക്വേഷൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ കാണാണ്ട് പഠിക്കണം. ഈ പറയുന്ന y = a + bx എന്ന് പറയുന്ന ഫോർമുലയിൽ നമ്മൾ ഈ പറയുന്ന വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഫോർമുലാസ് ആണ്. ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്, എയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. അതല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വേറെ 2 ഫോർമുലാസും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഇനി വരുന്ന എക്സാമ്പിളിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഈ തിയറി ഞാൻ ഒന്നുകൂടെ സമ്മപ്പ് ചെയ്ത് പറയാം. നമുക്ക് ഈ പറയുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ നമ്മൾ കവർ ചെയ്ത തിയറീസ് ഇത്രയാണ്. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ്, ഷോർട്ട് റൺ, മീഡിയം റൺ, അതുപോലെ തന്നെ ലോങ് റൺ. അപ്പോൾ ഇത് ഓരോന്നും എങ്ങനെയാണ് ഇതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുക, അതിൽ ഓരോന്നിലും എന്ത് പർപ്പസ് ആണ് സെർവ് ചെയ്യപ്പെടുക എന്നുള്ളതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഓരോ ഫോർകാസ്റ്റിങ്ങിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഷോർട്ട് റണ്ണിലെയും മീഡിയം റണ്ണിലെയും ലോങ് റണ്ണിലേതും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ നമുക്ക് പിന്നുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് എന്തൊക്കെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ. നമുക്ക് ക്വാളിറ്റേറ്റീവിൽ 3 എണ്ണമാണ് കണ്ടത്. അതിൽ ഡെൽഫി മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് നോക്കുക. പിന്നെ സെയിൽസ് ഫോഴ്സ് കോമ്പോസിഷനും കൺസ്യൂമർ പാനൽ സർവേ, അതിന്റെ പേരിൽ തന്നെയുണ്ട്. സെയിൽസ് ഫോഴ്സിൽ അതാത് സെയിൽസ് സോണിലുള്ള ആൾക്കാർ സെയിൽസ് ഫോഴ്സിനെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുന്നു, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കൺസ്യൂമർ പാനൽ സർവേ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, കൺസ്യൂമറിന്റെ കുറച്ച് കൺസ്യൂമേഴ്സിനോട് നമ്മൾ ഒപ്പീനിയൻ ചോദിക്കുന്നു. അവർക്ക് അവരുടെ ഒരു പർച്ചേസിംഗ് പ്ലാൻ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോർകാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ക്വാണ്ടിറ്റേറ്റീവിൽ നമ്മൾ 2 എണ്ണമാണ് കണ്ടത്, ടൈം സീരീസ് അനാലിസിസും റിഗ്രഷൻ അനാലിസിസും. ടൈം സീരീസ് അനാലിസിസ് നമ്മൾ എന്താ ചെയ്യുക, പാസ്റ്റിലെ കുറച്ച് ഡേറ്റാസിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ഫ്ലക്ച്വേഷൻസിനെ അനലൈസ് ചെയ്യുന്നു. 4 രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ആവാം. ഒന്നെങ്കിൽ സീസണാലിറ്റി ആവാം, അല്ലെങ്കിൽ ട്രെൻഡ് ആവാം, അല്ലെങ്കിൽ സൈക്ലിക്കൽ ആവാം, അതല്ലെങ്കിൽ ഇതിലൊന്നിലും പെടാത്തതാണെങ്കിൽ ഇറഗുലർ ആവാം. ഈ പറയുന്ന 4 വേരിയൻസ് ആണ് ഉണ്ടാവുക. അപ്പം അതും നിങ്ങളൊന്ന് ടൈപ്സ് ഓഫ് വേരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് നമ്മുടെ പ്രോബ്ലം ഏരിയ, നമ്മുടെ റിഗ്രഷൻ അനാലിസിസ്, അതിന്റെ ഫോർമുല y = a + bx. അതിൽ ഓരോന്നും എന്താണ്, അതായത് y എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂവിനെ x എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ഹെൽപ്പോട് കൂടി ഡിറ്റർമൈൻ ചെയ്യാൻ നോക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുക. അതിൽ b എന്ന് പറയുന്നതാണ് ഈ പറയുന്ന റിഗ്രഷൻ ലൈനിന്റെ സ്ലോപ്പ് എന്നും a എന്ന് പറയുന്നത് y ആക്സിസിൽ ഇന്റർസെപ്റ്റ് ആണെന്നുള്ളതും ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക MCQ പർപ്പസിന്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന ചാപ്റ്ററിലെ ഈ പറയുന്ന ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ മൊഡ്യൂളിലെ നമ്മുടെ തിയറി ഏരിയ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന പ്രോബ്ലം ഏരിയയിലേക്ക് വരാം. നമുക്ക് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലേക്ക് വരാം. സ്റ്റഡി മെറ്റീരിയലിൽ നമ്മുടെ എക്സാമ്പിൾ ആണ് നമ്മൾ ആദ്യം കവർ ചെയ്യുക. അപ്പം ഈ പറയുന്ന എക്സാമ്പിളിന്റെ ഏരിയയിൽ നമുക്ക് ഈ റിഗ്രഷൻ ഇക്വേഷന്റെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, റിഗ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് മെത്തേഡ്. നമുക്ക് ഈ പറയുന്ന എക്സാമ്പിളും അതുപോലെ തന്നെ 2 ഇല്ലുസ്ട്രേഷൻസും നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലുണ്ട്. അത് നമുക്ക് ഈ പറയുന്ന ഫോർമുല നമ്മൾ അതേപടി അപ്ലൈ ചെയ്ത് നമ്മൾ ഈ പറയുന്ന സൊല്യൂഷനിൽ എത്തുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഇങ്ങനെയാണ് പറയുക. എ മാനുഫാക്ചറർ ഹാസ് ഹെൽഡ് റോഡ് സൈഡ് എക്സിബിഷൻ
which exhibited on the introduction of a new product of its smartphone product. The number of sales personnel employed at each of a sample of 10 exhibitions and the number of smartphones booked at each one are given below. ഒരു മാനുഫാക്ചർ എന്ത് ചെയ്തു, ഒരു എക്സിബിഷൻ നടത്തി. എന്താണ്, ഫോണിന്റെ എക്സിബിഷൻ ആയിരുന്നു അദ്ദേഹം നടത്തിയത്. അപ്പൊ അതുവഴി അദ്ദേഹത്തിന് എന്തുമാത്രം സെയിൽസ് നടന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡേറ്റയിൽ തന്നേക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് സെയിൽസ് പേഴ്സൺസ്, ഓരോ ഏരിയയിലും എന്തുമാത്രം സെയിൽസ് പേഴ്സൺസിനെ അദ്ദേഹം എന്താണ് ഈ പറയുന്ന സ്മാർട്ട് ഫോണിന്റെ എക്സിബിഷന് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഏരിയയിൽ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്പർ ഓഫ് സ്മാർട്ട് ഫോൺസ് ബുക്ക്ഡ് എത്ര എന്നുള്ളതുമാണ് നമുക്ക് ഈ പറയുന്ന ഡേറ്റയിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ പറയുന്ന റിഗ്രഷൻ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ y എന്ന് പറയുന്ന ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂവിനെ x എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ വഴി നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു, ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിന്റെ ഫോർമുല എങ്ങനെയാ, y is equal to a പ്ലസ് ബി എക്സ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഏതാണ്, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് y എന്താണ് x എന്ന് തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക, ഏതാണ് y ഏതാണ് x എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു നമ്പർ ഓഫ് സെയിൽസ് പേഴ്സൺസ് ആണ് ഒരു ഡേറ്റ, മറ്റൊന്ന് നമ്പർ ഓഫ് സ്മാർട്ട് ഫോൺസ് ബുക്ക്ഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാം എന്തുമാത്രം സ്മാർട്ട് ഫോൺസ് വിറ്റ് പോയി എന്താണ് ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, എന്തുമാത്രം സെയിൽസ് പേഴ്സൺസിനെ അവിടെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് സെയിൽസ് പേഴ്സൺസ് എന്ന് പറയുന്നതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും നമ്പർ ഓഫ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇത് എക്സും ഇത് വൈയും ആയിരിക്കും. ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിലും തന്നെ നമുക്ക് എക്സ് എന്താണ് വൈ എന്താണെന്നുള്ളത് ഡയറക്റ്റ്ലി തന്നെ തരും. ഇൻ കേസ് തന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം, നോർമലി ഇത് ഫസ്റ്റ് തരുന്നത് എക്സും സെക്കൻഡ് തരുന്നത് വൈയും ആകാം. ഒരു 90% സാഹചര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഈ പറയുന്ന ലോജിക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, എന്തായിരിക്കും എക്സ് എന്തായിരിക്കും വൈ എന്നുള്ളത്. അപ്പം ഡിപ്പെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും എപ്പോഴും വൈ ആയിട്ട് വരിക, ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ വാല്യൂ എപ്പോഴും എക്സ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഇദ്ദേഹം എന്നിട്ട് പറയുകയാണ്, ഇഫ് ദ മാനുഫാക്ചറർ എംപ്ലോയ്സ് 20 salesmen in an exhibition, then forecast the number of sales smartphones that could be booked in the exhibition. ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, നമുക്ക് അദ്ദേഹം ഈ പറയുന്ന എക്സിബിഷനിൽ എത്ര പേരെ ആ എക്സിബിഷനിൽ ഓരോ സെയിൽസ് പേഴ്സൺസിനെ എത്ര പേരെ ഓരോ സ്ഥലത്ത് അദ്ദേഹം അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ആ ഓരോ സ്ഥലത്തും എന്തുമാത്രം സ്മാർട്ട് ഫോണിന്റെ ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഡേറ്റയെ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് പാസ്റ്റ് ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞേക്കുന്നത്, സപ്പോസ് ഇദ്ദേഹം 20 പേരെ ഒരു സ്ഥലത്ത് ഈ പറയുന്ന രീതിയിൽ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്തുമാത്രം സ്മാർട്ട് ഫോൺസിന് ഓർഡർ കിട്ടുമായിരുന്നു, ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ 20 പേരെ അസൈൻ ചെയ്തിരുന്നു എങ്കിൽ എന്ന് പറയുമ്പോൾ 20 പേരെന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് സെയിൽസ് പേഴ്സൺ ആണ്. അതായത് സപ്പോസ് എക്സിന്റെ വാല്യൂ 20 ആകുവാണെങ്കിൽ എന്തായിരിക്കും ഈ പറയുന്ന സ്മാർട്ട് ഫോൺ ബുക്ക്ഡ് വൈയുടെ വാല്യൂ എന്തായിരിക്കും, ഇതാണ് ചോദ്യം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, ജസ്റ്റ് 2 ഇക്വേഷൻ ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ട സൊല്യൂഷൻ ഇതാണ്, നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to a plus bx. ഇതിൽ നമ്മളോട് അൾട്ടിമേറ്റ്ലി ചോദിച്ചിരിക്കുന്നത് എന്താണ്, എക്സിന്റെ വാല്യൂ 20 ആകുമ്പോൾ എന്തായിരിക്കും വൈയുടെ വാല്യൂ, ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ പറഞ്ഞ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്ന ഒരു സിമിലർ ഫോർമാറ്റിലായിരിക്കും, സെയിം ഫോർമാറ്റിലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, ഒരു എന്താണ് എക്സിന് ഒരു കോളം ഉണ്ടാവണം, വൈക്ക് ഒരു കോളം ഉണ്ടാവണം, അതുപോലെ എക്സ് ഇൻറ്റു വൈ ചെയ്യാനായിട്ട് ഒരു എക്സ് വൈ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടാവണം, അതുപോലെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു 4ാമത്തെ കോളം ഉണ്ടാവണം. ഈ 4 കോളമാണ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും വേണ്ടത്. സീരിയൽ നമ്പറിന്റെ കോളം നിർബന്ധമില്ല, നമുക്ക് വേണമെങ്കിൽ മാത്രം കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂസ് എല്ലാം കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കോളം കൊടുക്കുക, വൈയുടെ വാല്യൂസ് എല്ലാം കൊടുക്കാനായിട്ട് മറ്റൊരു കോളം കൊടുക്കുക, എക്സ് ഇൻറ്റു വൈ ചെയ്യാനായിട്ട് ഒരു കോളം കൊടുക്കുക, എക്സ് സ്ക്വയർ ചെയ്യാനായിട്ട് ഒരു കോളം കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കും, ഈ പറയുന്ന എക്സും വൈയും വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നോരോന്നായിട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ 15, 18, 16, 18 അങ്ങനെ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ എക്സിന്റെ വാല്യൂസ് ഫുള്ള് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഫില്ല് ചെയ്യുക. 15, 18, 16, 18 ഈ രീതിയിൽ നമുക്ക് മൊത്തം 10 വാല്യൂസ് ആണ് ഇവർ തന്നിട്ടുള്ളത്. ആ 10 വാല്യൂസും എക്സിന്റെ ഇത് ഫില്ല് ചെയ്യുക, വൈയുടെ ഇത് ഫില്ല് ചെയ്യുക, അതിന്റെ ടോട്ടൽ എടുത്ത് വെക്കുക. എക്സിന്റെ വാല്യൂസിന്റെയും വൈയുടെ വാല്യൂസിന്റെയും ടോട്ടൽ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ എക്സ് ഇൻറ്റു വൈ ഇൻഡിവിജ്വലി ഈ പറയുന്ന രീതിയിൽ ഓരോ ഐറ്റത്തിനും എക്സ് ഇൻറ്റു വൈ കമ്പ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ലൈനിലും എക്സ് സ്ക്വയർ എന്താണെന്നുള്ളത്, ഇപ്പോൾ എക്സ് 15 ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 15 × 15 225 ആയിരിക്കും. അതുപോലെ എക്സ് സ്ക്വയറും കമ്പ്യൂട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ എടുക്കുക. നമ്മുടെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലെ എല്ലാ ചോദ്യം, അതായത് റിഗ്രഷൻ അനാലിസിസിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യേണ്ട ഇനീഷ്യൽ സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കും, എക്സ് വൈ എക്സ് സ്ക്വയർ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.
എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കിവിടെ ഫോർമുല ഇതാണ്. എന്ത്? നമ്മൾ പറഞ്ഞു y is equal to a plus bx. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ. ആ റിഗ്രഷൻ ഇക്വേഷനിൽ നമുക്ക് എന്തുണ്ട്? ഒരു എയും ഉണ്ട്, ഒരു ബിയും ഉണ്ട്. അപ്പൊ ആ ബിയുടെ ഫോർമുല, ബി കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. നിങ്ങൾ ഇത് എന്ത് ചെയ്യുക? എഴുതി തന്നെ പഠിക്കുക. സിഗ്മ എക്സ് വൈ. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടോട്ടൽ എന്നാണ് മീനിങ്. ടോട്ടൽ ഓഫ് എക്സ് വൈ. എക്സ് വൈ മീൻസ് എക്സ് ഇൻറ്റു വൈ. എക്സ് ഇൻറ്റു വൈയുടെ ടോട്ടൽ എത്ര വരും എന്നുള്ളത് അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഈ പറയുന്ന ടേബിളിൽ, നമ്മുടെ ഈ പറയുന്ന ടേബിളിന്റെ ടോട്ടലാണ് സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത്. അതിപ്പോൾ എത്രയാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 9718. സിഗ്മ എക്സ് വൈ 9718. സിഗ്മ എക്സ് വൈ മൈനസ് എൻ. എൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഒബ്സർവേഷൻ, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഇവിടെ എന്താണ്? എക്സിന്റെ അല്ലെങ്കിൽ വൈയുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നോക്കുക. നമുക്ക് എപ്പോഴും എക്സിന്റെയും വൈയുടെയും നമ്പർ എപ്പോഴും സെയിം ആയിരിക്കും. ഇതിൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സീരിയൽ നമ്പർ കോളം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ എത്ര നമ്പർ ഉണ്ടെന്ന് ഇങ്ങനെ എടുക്കുക. അതല്ലാതെ എന്ത് ചെയ്യാം? ജസ്റ്റ് മാനുവലി കൗണ്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് 10 ഒബ്സർവേഷൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? 10 ആയിരിക്കും. പിന്നെ പറയുന്നത് എന്താണ്? എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ്, എക്സിന്റെ ആവറേജ് ആണ്, എക്സിന്റെ മീൻ വാല്യൂ ആണ് എക്സ് ബാർ എന്ന് പറയുന്നത്. വൈയുടെ മീൻ വാല്യൂ ആണ് വൈ ബാർ എന്ന് പറയുന്നത്. മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ്. ആവറേജ് വാല്യൂ ഓഫ് എക്സ് നമുക്ക് എങ്ങനെ കിട്ടും? ഈ പറയുന്ന എക്സിന്റെ മുഴുവൻ വാല്യൂസിന്റെ ടോട്ടൽ എടുക്കുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സ് ബാർ കിട്ടും. ആ എക്സ് ബാർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 160/10 16 ആണ്. വൈ ബാർ എന്ന് പറയുന്നത് 604/10 60.4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് സിഗ്മ എക്സ് വൈ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടി. എന്താണ് n എന്നുള്ളത്? നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10 ആണ്. എക്സ് ബാർ എന്താണ്? നമ്മുടെ ആവറേജ് ഓഫ് എക്സ്, മീൻ വാല്യൂ ഓഫ് എക്സ് ആണ്. അതുപോലെ തന്നെ വൈ ബാർ എന്താണ്? മീൻ വാല്യൂ ഓഫ് വൈ ആണ്. ഓക്കെ, അടുത്തത് എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ സിഗ്മ അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ അത് എത്രയാണ്? ഈ പറയുന്ന 2592 ആണ്. അതുപോലെ എന്നിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി 10 ആണെന്ന് അറിയാം. എക്സ് ബാറിന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 16 ആണ്. അതിന്റെ സ്ക്വയർ എടുക്കാനാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 16 സ്ക്വയർ 16 into 6 16 into 16. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ഫോർമുല നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. സിഗ്മ എക്സ് വൈ മൈനസ് n into x bar into y bar all divided by sigma x square minus n into x bar square. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുക. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് നമ്മൾ എങ്ങനെയായിരിക്കും ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലെ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി ഇതാണ്. എക്സിന്റെ വാല്യൂ ഓരോന്നായിട്ട് എഴുതുക, വൈയുടെ വാല്യൂ ഓരോന്നായിട്ട് എഴുതുക. എക്സ് ഇൻറ്റു വൈയുടെ വാല്യൂ ഓരോ ലൈനിലും സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുക. അതുപോലെ എക്സ് സ്ക്വയർ എത്ര വരും എന്നുള്ളതും ഓരോ ലൈനിലും കണ്ടുപിടിക്കുക. എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുത്ത് വെക്കുക. ഈ പറയുന്ന ഇത്രയും കമ്പ്യൂട്ടേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫോർമുലയ്ക്ക് വേണ്ട ഐറ്റംസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇൻഡിവിജ്വലി അവിടെ അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എക്സ് ബാറിന്റെ വാല്യൂ എന്താണ്? വൈ ബാറിന്റെ വാല്യൂ എന്താണ്? അതായത് മീൻ വാല്യൂസ് ഓഫ് എക്സും വൈ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? കണ്ടുപിടിച്ച് വെക്കണം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഈ റിഗ്രഷൻ ഇക്വേഷനിലെ പ്രോബ്ലംസ് നമുക്ക് ഈ പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുക. ഇതിൽ നമുക്ക് എന്താണ്? ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ കണ്ടു. ഇതുപോലെ എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. എയുടെ വാല്യൂവിന് പറയുന്ന ഫോർമുല ഇതാണ്, വൈ ബാർ മൈനസ് ബി ഇൻറ്റു എക്സ് ബാർ. നമുക്ക് ബിയുടെ വാല്യൂ നമുക്ക് എവിടെ കിട്ടി? ഈ പറയുന്ന ഫോർമുല സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കിട്ടി. ബിക്ക് ഇവിടെ എത്രയാണ് വാല്യൂ വന്നത്? 1.6875 ആണ് വാല്യൂ വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് പറയുന്നത്? വൈ ബാർ മൈനസ് ബി ഇൻറ്റു എക്സ് ബാർ. വൈ ബാർ എത്ര? നമ്മൾ ഓൾറെഡി ഈ ഏരിയയിൽ നമ്മൾ വൈ ബാർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. y bar is equal to 60.4. അപ്പം 60.4 മൈനസ് എന്താണ്? b ഇൻറ്റു എക്സ് ബാർ. ബിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു, 1.6875. അപ്പോൾ 1.6875 ഇൻറ്റു എക്സ് ബാർ. എക്സ് ബാർ നമ്മൾ ഓൾറെഡി എത്രയാണ് കണ്ടുപിടിച്ചിട്ടുണ്ട്? എക്സ് ബാറിന്റെ വാല്യൂ ഓൾറെഡി 16 ആണെന്ന് നമ്മൾ ഈ പറയുന്ന ഏരിയയിൽ കണ്ടിട്ടുണ്ട്. അത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എയുടെ വാല്യൂ 33.4 ആണെന്നുള്ളത് കിട്ടും. ഇങ്ങനെ നമുക്ക് എയുടെ വാല്യൂവും കിട്ടും, ബിയുടെ വാല്യൂവും കിട്ടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക? നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 33.4 എന്ന് കിട്ടി. അതുപോലെ ബിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 16875 എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ കൊണ്ട് തീർന്നില്ല. നമ്മുടെ അൾട്ടിമേറ്റ് ചോദ്യം എന്തായിരുന്നു? നമ്മുടെ അൾട്ടിമേറ്റ് ചോദ്യം ഇങ്ങനെ ആയിരുന്നു. സപ്പോസ് ഇയാള് 20 സെയിൽസ്മാനെ അവിടെ അപ്പോയിന്റ് ചെയ്തു, ആ പറയുന്ന സ്ഥലത്ത് അലോക്കേറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ എന്തുമാത്രം സ്മാർട്ട് ഫോൺ ബുക്കിംഗ് ഉണ്ടാകുമായിരുന്നു? അപ്പൊ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പറയുന്ന വൈയുടെ വാല്യൂ ആണ് അദ്ദേഹം ചോദിക്കുന്നത്. എക്സിന് 20 കൊടുക്കുവാണെങ്കിൽ വൈയുടെ വാല്യൂ എന്ത് വരും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ റിഗ്രഷൻ ഇക്വേഷനിൽ ഈ പറയുന്ന എക്സിന്റെ സ്ഥാനത്ത് 20 കൊടുക്കുക. അപ്പം 1.6875 into 20, അതിന്റെ കൂടെ 33.4 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന 20 പേരെ അപ്പോയിന്റ് ചെയ്യുമായിരുന്നെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 67
ഈ പറയുന്ന അപ്രോക്സിമേറ്റ്ലി 67 സ്മാർട്ട് ഫോണിന് ഓർഡർ കിട്ടുമായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫൈനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാം. നമുക്ക് റിഗ്രഷൻ അനാലിസിസിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, എക്സ് എന്താണ് വൈ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. നോർമലി അത് ഡയറക്റ്റ്ലി തരും, പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ്ലി തരും നോർമലി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് ഒരു കോളം, വൈക്ക് ഒരു കോളം, എക്സ് ഇൻറ്റു വൈക്ക് ഒരു കോളം, അതുപോലെ തന്നെ എക്സ് സ്ക്വയറിന് ഒരു കോളം, ഇതിൻ്റെ ഒക്കെ ടോട്ടൽ എടുക്കുക, അത്രയും കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, രണ്ടിന്റെ ഫോർമുല എഴുതുക. ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുക, എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതുക. ഫോർമുല നിങ്ങൾ എന്താണ് പ്രോബ്ലം പ്രാക്ടീസ് നിങ്ങൾക്ക് ഫോർമുല നിങ്ങൾ യൂസ്ഡ് ആയിക്കോളും, അത് പേടിക്കണ്ട. ആകെ നമുക്ക് വളരെ കുറച്ച് ഫോർമുലാസ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിലൊരു ഫോർമുലയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫോർമുല നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, അത് നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. നിങ്ങൾ എഴുതി എന്ത് ചെയ്യുക, ഈ പറയുന്ന ഫോർമുല നിങ്ങൾക്ക് ബൈ ഹാർട്ടാക്കി എടുക്കുക. അതുപോലെ ബിയുടെ ഫോർമുലയും എയുടെ ഫോർമുലയും നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ആ ഫോർമുല അപ്ലൈ ചെയ്ത് നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അത് ഈ പറയുന്ന y = a + bx അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, റിഗ്രഷൻ ഇക്വേഷൻ കിട്ടും. ആ റിഗ്രഷൻ ഇക്വേഷനിൽ സ്പെസിഫിക്കലി ഒരു എക്സ് വാല്യൂ അവർ തന്നിട്ട് y വാല്യൂ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ y വാല്യൂ കണ്ടുപിടിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ, ഫൈനലൈസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറയുന്ന തിയറി നോട്ട് ഞാൻ കാണിച്ചപ്പോൾ ഞാൻ എന്താണ് ഈ പറയുന്ന തിയറി നോട്ടിൽ രണ്ട് ഇക്വേഷൻ, ഒരു ഓർ ഇട്ടിട്ട് ഒരു ഇക്വേഷനും കൂടെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കണ്ടു y = a + bx ആണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് വഴിയുണ്ട് ആക്ച്വലി. ഒന്ന് ബിയുടെ ഫോർമുല, എയുടെ ഫോർമുല, ഇത് രണ്ടും വെച്ചിട്ട് ഡയറക്റ്റ്ലി ബിയുടെ എയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതല്ലാതെ മറ്റൊരു മെത്തേഡും കൂടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഈ പറയുന്ന സിഗ്മ y = na + b സിഗ്മ എക്സും, അതുപോലെ തന്നെ സിഗ്മ xy = a സിഗ്മ x + b സിഗ്മ x². ഈ പറയുന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എയുടെയും ബിയുടെയും വാല്യൂസിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിലാണ് നമ്മുടെ ഇല്ലുസ്ട്രേഷൻസ് രണ്ടും അവർ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ പറയുന്ന ബിയുടെയും എയുടെയും വാല്യൂസ് ഡയറക്റ്റ്ലി ഈ പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന അഡീഷണലി ഈ പറയുന്ന രണ്ട് ഇക്വേഷൻസും കൂടെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന എക്സാമ്പിളിൽ നമുക്ക് എന്താണ് ഈ രണ്ട് ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി എയുടെയും ബിയുടെയും വാല്യൂസ് ആണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ സെയിം എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന സെക്കൻഡ് മെത്തേഡിലും കൂടെ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യാം. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അതായത് നമ്മുടെ എക്സാമ്പിളിൽ നമുക്ക് എന്താണ് y = a + bx, ഇതാണ് നമുക്ക് വേണ്ട റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് y = a + bx ആണ്. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ കണ്ട രണ്ടാമത്തെ ലേറ്റസ്റ്റ് ഫോർമുല ഇതാണ്. സിഗ്മ y = na + b സിഗ്മ x എന്നുള്ളതും, അതുപോലെ തന്നെ സിഗ്മ xy = a സിഗ്മ x + b സിഗ്മ x² എന്നുള്ളതും. ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ബിയുടെയും അതുപോലെ തന്നെ എയുടെയും വാല്യൂസ് നമുക്ക് ഇൻഡയറക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക, പ്രൊസീജിയർ സെയിം ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കോളംസ് പ്രിപ്പയർ ചെയ്യുക. എക്സ് വൈ xy x², അതിൻ്റെ എല്ലാം ടോട്ടൽ നിങ്ങൾ എന്ത് ചെയ്ത് വെക്കുക, കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വാല്യൂസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ അവിടെ എടുത്തിരിക്കുന്ന വാല്യൂസ്, അതായത് അവിടെ നമുക്ക് എന്താണ് 10 എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ നമുക്ക് 10 ഒബ്സർവേഷൻസ് ഉണ്ടായിരുന്നു. സിഗ്മ വൈയുടെ വാല്യൂ, അതായത് ടോട്ടൽ ഓഫ് വൈയുടെ വാല്യൂ 604 ആയിരുന്നു. ടോട്ടൽ ഓഫ് എക്സ് 160 ആയിരുന്നു. അതുപോലെ സിഗ്മ xy, അതായത് ടോട്ടൽ ഓഫ് എക്സ് ഇൻറ്റു വൈയുടെ ടോട്ടൽ 9718 ആയിരുന്നു. സിഗ്മ x²ന്റെ വാല്യൂ 2592 ആയിരുന്നു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ വാല്യൂസ് ഒക്കെ നമുക്ക് ഈ പറയുന്ന ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ y 604 ആണ്. 604 ഈസ് ഈക്വൽ ടു എന്താണെന്നാണ് പറയുക, n ഇൻറ്റു എ. n എത്രയാണ്, 10 ഇൻറ്റു എ പ്ലസ് ബി, ബിയുടെ വാല്യൂ നമുക്കറിയില്ല, ബി ഇൻറ്റു സിഗ്മ എക്സ്, സിഗ്മ എക്സിന്റെ വാല്യൂ 160. അപ്പോൾ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോഴത്തേനും 604 ഈസ് ഈക്വൽ ടു 10a + 160b എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമുല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫോർമുല എങ്ങനെ അപ്ലൈ ചെയ്യുക, സിഗ്മ xy ഈസ് ഈക്വൽ ടു a സിഗ്മ x + b സിഗ്മ x². അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ xy 9718 ഈസ് ഈക്വൽ ടു എയുടെ വാല്യൂ നമുക്കറിയില്ല, സിഗ്മ എക്സ് എത്ര 160. ഓക്കെ, 160 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബിയുടെ വാല്യൂ അറിയില്ല. സിഗ്മ x²ന്റെ വാല്യൂ എന്താണ്, സിഗ്മ x²ന്റെ വാല്യൂ 2592. അത് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താണ്, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള മാത്തമാറ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുള്ള എലിമിനേഷൻ മെത്തേഡ്, അതായത് എന്താണ്, ഇവിടെ ഇപ്പോൾ നമുക്ക് രണ്ട് ഫോർമുലയുണ്ട്. രണ്ട് ഫോർമുലയിലും രണ്ട് വേരിയബിൾസ് ആണുള്ളത്. എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
അപ്പോൾ എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ? അഡീഷനോ സബ്ട്രാക്ഷനോ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒരു ഫോർമുലയിൽ നിന്ന് മറ്റൊരു ഫോർമുല, രണ്ട് ഫോർമുല ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു വേരിയബിളിനെ ഇല്ലാണ്ടാക്കുക. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന എ, ഒന്നെങ്കിൽ ഈ പറയുന്ന എ എന്ന് പറയുന്ന വേരിയബിളിനെ സെയിം ബേസിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന വേരിയബിളിനെ സെയിം ബേസിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് വാല്യൂസ് നോക്കുമ്പം A10A-യും 160A-യും ആണുള്ളത്. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാവുന്ന എന്താണ്, ഈ പറയുന്ന ഫോർമുലയിൽ ഒരു 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന 10A-ക്ക് പകരം 160A-യിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫോർമുല എൻ്റയർലി 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 604-നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 10A-നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 160B-നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫോർമുല ഇങ്ങനെയായിട്ട് മാറി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എലിമിനേഷൻ മെത്തേഡ് നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, ഈ പറയുന്ന ഫോർമുലയിൽ നിന്ന് നമ്മുടെ സെക്കൻഡ് ഫോർമുല, ഓൾറെഡി ഉള്ള സെക്കൻഡ് ഫോർമുല നമ്മൾ എന്ത് ചെയ്ത് വെക്കുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന രീതിയിൽ സെക്കൻഡ് ഫോർമുല ഇതാണ്, 97180 is equal to 160A plus 2592B. ആ പറയുന്ന ഫോർമുലയിൽ നിന്ന് നമ്മളിപ്പം ഈ പറയുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തെടുത്ത ഫോർമുല 9664 is equal to 160A plus 2560B. അത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് എന്താണ്, ബി മാത്രമുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറും. 32B is equal to 54 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് മാറും. അതിൽ നിന്ന് ബിയുടെ വാല്യൂ 1.6875 ആണെന്ന് കിട്ടും. ഈ സെയിം വാല്യൂ ആണ് നമുക്ക് എവിടെ കിട്ടിയത്, നമ്മൾ എയുടെയും ബിയുടെയും ഇക്വേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്തുകൊണ്ട് ആദ്യം ആ എക്സാമ്പിൾ ടെക്സ്റ്റിൽ ചെയ്തിരിക്കുന്ന മെത്തേഡ് വഴി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഏത് ഫോർമുല വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ട് രീതിയാണ്. ഒന്ന് എന്താണ്, ബിയുടെ വാല്യൂ എയുടെ വാല്യൂവിന് ഡയറക്റ്റ്ലി ഓരോ ഫോർമുലാസ് ഉണ്ട്, ആ ഫോർമുലാസ് വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടും. ഈ പറയുന്ന എലിമിനേഷൻ മെത്തേഡ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പറയുന്ന മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതേസമയം ഈ മെത്തേഡിലാണ് ഇക്വേഷൻ കുറച്ചും കൂടി എളുപ്പം. സിഗ്മ എക്സ് ഈസ് ഈക്വൽ ടു NA പ്ലസ് ബി സിഗ്മ വൈ ഈസ് ഈക്വൽ ടു NA പ്ലസ് ബി സിഗ്മ എക്സും സിഗ്മ എക്സ് വൈ ഈസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയറും. എന്താണ്, ഈ പറയുന്ന രീതിയിൽ ഒരുപാട് ഡിവിഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്തുകൊള്ളുക. അതല്ല നിങ്ങൾക്ക് മറ്റേത് എന്താണ്, ബിയുടെ എയുടെയും വാല്യൂ സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. സിമിലർലി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ പറയുന്ന ബിയുടെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സപ്പോസ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ 604 is equal to എന്ത് ചെയ്യുക, 10A plus 160B എന്നുള്ള ഫോർമുലയിൽ ആ 160B എന്നുള്ള ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. നമുക്ക് എന്ത് കിട്ടും, എയുടെ വാല്യൂ കിട്ടും, 33.4 എന്നുള്ളത് കിട്ടും. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ട് ഫോർമുലയിൽ ഏത് ഫോർമുല വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന റിഗ്രഷൻ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഏതാണോ കൺവീനിയൻറ്റ്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് നിങ്ങളത് ഫോളോ ചെയ്തുകൊള്ളുക. എലിമിനേഷൻ മെത്തേഡ് കംഫർട്ടബിൾ ആയിട്ടുള്ളവർ അത് ചെയ്തുകൊള്ളുക. അതല്ല ഡയറക്റ്റ്ലി ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർ അത് ചെയ്തുകൊള്ളുക. ടെക്സ്റ്റിൽ നമ്മുടെ ഈ പറയുന്ന ഇല്ലുസ്ട്രേഷൻസ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സെക്കൻഡ് ഇക്വേഷൻ ഈ പറയുന്ന രീതിയിലാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ എക്സാമ്പിൾ രണ്ട് രീതിയിലും ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് ഇതാണ് കൺവീനിയൻ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക, ഈ പറയുന്ന ടെക്സ്റ്റിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ പറയുന്ന വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളുക, ചെയ്ത് നോക്കിയോളുക, നിങ്ങൾക്ക് ഇതേ ആൻസർ തന്നെ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടെക്സ്റ്റിലെ ഇല്ലുസ്ട്രേഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിലെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 3 ആണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ പറയുന്ന ഇതേ രീതിയിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 3-ലും ഇല്ലുസ്ട്രേഷൻ നമ്പർ 4-ലും ഉള്ളത്. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ നമ്പർ 4 ഇവിടെ പറയാണ്, an investigation into the demand for color TV sets in 5 towns has resulted in the following data. എന്താണ്, എക്സിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട്, വൈയുടെ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇവിടെ എക്സിന്റെ വാല്യൂ തൗസൻഡ്സിലാണ്, എക്സിന്റെ വാല്യൂ ഇൻ ലാക്സ് ആണ്, വൈയുടെ വാല്യൂ ഇൻ തൗസൻഡ്സ് ആണ്. അത് നമുക്ക് ഒരു കൺസേൺ അല്ല. നിങ്ങൾ ഇതിനെ കോമൺ ബേസിലേക്ക് മാറ്റണം, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടില്ല. ഇതെങ്ങനെയാണോ കിടക്കുന്നത് അങ്ങനെ തന്നെ കിടന്നുകൊള്ളട്ടെ. സപ്പോസ് അവസാനം നിങ്ങളോട് കൺക്ലൂഷനിൽ ചോദിക്കുക, സപ്പോസ് ഇതിന്റെ വാല്യൂ എന്താണ്, എക്സിന്റെ വാല്യൂ 10 ലക്ഷമാണ്, അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്ത് വരും, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫൈനലി നിങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന തൗസൻഡ്സ് അല്ലെങ്കിൽ ലാക്സ് കൂട്ടി പറയാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അത് മാത്രം നിങ്ങളൊന്ന് കൺസേൺ ആയിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക. അവിടെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു, എക്സിന് ഒരു കോളം, വൈക്ക് ഒരു കോളം, എക്സ് സ്ക്വയറിന് ഒരു കോളം, എക്സ് വൈക്ക് ഒരു കോളം. അതായത് ഈ പറഞ്ഞ 4 കോളം നമ്മൾ എക്സാമ്പിൾ ചെയ്തപ്പോൾ എക്സ് വൈ എക്സ് സ്ക്വയർ ആയിരുന്നു. അത് നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക, ഈ പറയുന്ന ടേബിൾ ഫില്ല് ചെയ്തോളുക. എന്നിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ പറയുന്ന ഓരോ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് എക്സിന്റെ കോളത്തിൽ കൊടുക്കും, വൈയുടെ കോളത്തിൽ കൊടുക്കും, മൾട്ടിപ്ലൈ ചെയ്യും, എക്സ് സ്ക്വയറിന്റെ അവിടെ സ്ക്വയേഴ്സ് എടുക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടോട്ടൽ എടുക്കും. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, സ്പീഡ് കൂടുതലാണെന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സ്പീഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, റീവൈൻഡ് അടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ടോ നിങ്ങൾ എന്ത് ചെയ്തോളുക, നിങ്ങൾ സ്വസ്ഥമായിട്ട് അനലൈസ് ചെയ്തോളുക. വലിയ ഡിഫിക്കൽട്ട് ആയിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തോളുക, ഓരോ ക്വസ്റ്റിനിലും എക്സിന്റെ വാല്യൂ, വൈയുടെ വാല്യൂ, എക്സ് വൈയുടെ വാല്യൂ, അതുപോലെ തന്നെ എക്സ് സ്ക്വയറിന്റെ വാല്യൂ ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡിവിജ്വലി ഓരോ ലൈനിനും കണ്ടുപിടിക്കുക, ടോട്ടൽ എടുക്കുക. സിമ്പിൾ, അത്രേ ഉള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന രണ്ട് ഫോർമുലയുടെ രീതിയിലാണെങ്കിലും ബി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയും എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയും ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്ന രീതിയാണെങ്കിലും, അതല്ല സിഗ്മ വൈയുടെയും സിഗ്മ എക്സ് വൈയുടെയും വാല്യൂസ് നമ്മൾ ആ ഫോർമുല വഴി കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എയും ബിയും കണ്ടുപിടിക്കുന്ന രീതിയിൽ, അത് എലിമിനേഷൻ മെത്തേഡ് വഴിയിട്ടാണെങ്കിലും, രണ്ട് രീതിയിലും ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം ആണ്. ഈ പറയുന്ന രീതിയിൽ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോർമുല എന്താ, y is equal to a plus bx എന്നാണ് നമ്മുടെ ഫോർമുല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന രണ്ട് ഫോർമുല ഉപയോഗിച്ച് എലിമിനേഷൻ മെത്തേഡ് വഴിയിട്ട് ചെയ്യാൻ പോവാം. അതെന്താണ്, സിഗ്മ വൈ എന്ന് പറയുന്നത് 67. എന്നിന്റെ വാല്യൂ എത്ര, എന്നിന്റെ വാല്യൂ ഇവിടെ എത്ര ഒബ്സർവേഷൻ ഉണ്ട്, ഇവിടെ 1 1 2 3 4 5 ഒബ്സർവേഷൻസ് ഉണ്ട്. എന്നിന്റെ വാല്യൂ എന്തായിരിക്കും, എന്നിന്റെ വാല്യൂ ഇവിടെ 5 ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, എന്നിന് 5 കൊടുക്കുക. എയുടെ വാല്യൂ ബിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമുല ചെയ്യുന്നത്. എയുടെ അവിടെ എന്ന് തന്നെ ഇടുക, ബിയുടെ അവിടെ ബി എന്ന് തന്നെ ഇടുക. സിഗ്മ എക്സിന്റെ വാല്യൂ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമിലർലി സിഗ്മ എക്സ് വൈയുടെ വാല്യൂ എത്ര, 655 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സിഗ്മ എക്സ് 45 പ്ലസ് 455 ഇൻറ്റു ബി, അതായത് സിഗ്മ എക്സ് സ്ക്വയറിന്റെ ടോട്ടൽ, അത് 455 ഇൻറ്റു ബി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ എലിമിനേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ, 5നെ 45ലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ കൺവീനിയൻറ്റ് പോലെ. ഇതിലിപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി മനസ്സിലാവും 45ന്റെ ഒരു ഫാക്ടറാണ് 5. 45 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ എന്താവും, ഒരു കോമൺ ബേസിൽ എത്തും. അപ്പോൾ പിന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഫോർമുലേനെ നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫോർമുല, ഒരു ഫോർമുല, നമുക്ക് പുതിയൊരു ഫോർമുല കിട്ടും. അത് 603 ഈസ് ഈക്വൽ ടു 45 എ പ്ലസ് 405 ബി എന്ന് പറഞ്ഞിട്ടൊരു ഫോർമുലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഈ പറയുന്ന സെക്കൻഡ് ഫോർമുലയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തെടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കിട്ടിയതുപോലെ തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ മെത്തേഡ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്തോളുക, നമ്മുടെ ആദ്യം പഠിച്ച മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തോളുക. നിങ്ങൾ സെയിം രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തോളുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, നിങ്ങൾക്ക് സെയിം വാല്യൂ തന്നെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ സോൾവ് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ എയുടെ വാല്യൂയും ബിയുടെ വാല്യൂസും, അതായത് ഇവിടെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എ എലിമിനേറ്റഡ് ആയി പോകും, ബിയുടെ വാല്യൂ 1.04 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷനിൽ 1.04നെ ബിയുടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എയുടെ വാല്യൂ 4.04 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യുക, y is equal to a plus bx എന്ന് പറയുന്ന നമ്മുടെ ഫോർമുലയിൽ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y is equal to a plus bx, y is equal to 4.04 plus 1.04x. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ. ഇവിടെ കൊണ്ട് നമ്മുടെ ആൻസർ തീരുന്നില്ല. എന്താണ്, അവർ അൾട്ടിമേറ്റ്ലി ചോദിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും വന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ പറയുവാണ്, fit a linear equation of y on x and estimating the demand for CTV set for two towns with a population of 10 lakh and 20 lakh. അതായത് പോപ്പുലേഷൻ 10 ലാക്കും 20 ലാക്കും ആകുമ്പോൾ, അത് എവിടെ ഏതിലാണ് പറയുന്നത്, പോപ്പുലേഷൻ, അത് എക്സിന്റെ വാല്യൂ ആണ് പറയുന്നത്. ഇൻ ലാക്സ് ആണ് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്നത്. അപ്പം 10 ലാക്സ്, അതായത് എക്സിന്റെ വാല്യൂ 10 ആകുമ്പോഴും എക്സിന്റെ വാല്യൂ 20 ആകുമ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള ഡിമാൻഡ് എത്ര വരും എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പം എക്സിന് 10 കൊടുക്കുക, ഒരു വാല്യൂ കിട്ടും, വൈക്ക് ഒരു വാല്യൂ കിട്ടും. അതുപോലെ എക്സിന് 20 കൊടുക്കുക, വൈക്ക് ഒരു വാല്യൂ കിട്ടും. അതിനെ നിങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക, തൗസൻഡ്സിൽ എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. നമ്മൾ എന്ത് ചെയ്തു, ഈ പറയുന്ന എക്സിന്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് 10 എന്ന് കൊടുത്തു നോക്കി. ഇപ്പോൾ 10 എന്ന് കൊടുത്തു നോക്കിയപ്പോൾ നമുക്ക് കിട്ടി 14.44 എന്നാണ് വൈയുടെ വാല്യൂ കിട്ടിയത്. വൈയുടെ വാല്യൂ ഇൻ തൗസൻഡ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 14.44 നമുക്ക് എന്തെന്ന് കിട്ടും, 14.44 തൗസൻഡ്സ് എന്ന് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 144,000, അതായത് 14,44,000 എന്നുള്ള വാല്യൂ കിട്ടും. അല്ല സോറി, 14.44 into 1000, അതായത് 14440, അതായത് എത്ര കിട്ടും, 14,440 എന്ന് കിട്ടും. എന്ത്, ഈ പറയുന്ന CCTV സെറ്റ്സ്, നമ്പർ ഓഫ് CCTV സെറ്റ് എന്നുള്ളത്. ഓക്കെ, സിമിലർലി 20 ആണ് വാല്യൂ എങ്കിൽ 24.84,000 എന്ന് കിട്ടും. ഇതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും, 24,840 സെറ്റ് എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ആൻസർ നമ്മൾ ലാസ്റ്റ് ഫൈനലൈസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്ത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നു, എന്താണ് എക്സ് വൈ എന്നുള്ളത് അനലൈസ് ചെയ്യുക.
നമുക്ക് മിക്കവാറും 90% കേസിൽ എക്സ് എന്താണ് വൈ എന്താണെന്ന് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ടാവും. എന്ത് ചെയ്യുക, ടേബിൾ പ്രിപ്പയർ ചെയ്യുക, എക്സിന്റെ വാല്യൂ കൊടുക്കുക, വൈയുടെ വാല്യൂ കൊടുക്കുക, എക്സ് വൈയുടെ വാല്യൂ കൊടുക്കുക, എക്സ് സ്ക്വയറിന്റെ വാല്യൂ കൊടുക്കുക, ടോട്ടൽ എടുക്കുക, എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് രണ്ട് രീതി, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ ഫോളോ ചെയ്തോളുക. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, സിഗ്മ വൈയുടെയും സിഗ്മ എക്സ് വൈയുടെയും വാല്യൂസ് ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോളുക. അതല്ലെങ്കിൽ ഡയറക്റ്റ്ലി ബിയുടെ ഫോർമുലയും എയുടെ ഫോർമുലയും അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. സിഗ്മ വൈയും സിഗ്മ എക്സ് വൈയും യൂസ് ചെയ്തിട്ടുള്ള രീതിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ രണ്ട് ഫോർമുല കിട്ടും. ആ ഫോർമുലയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും വാല്യൂ എയുടെ വാല്യൂ അല്ലെങ്കിൽ ബിയുടെ വാല്യൂ നിങ്ങൾ മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോർമുലയിൽ നിന്ന് ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യുക, ഐദർ എ അല്ലെങ്കിൽ ബി. എന്താണോ കോമൺ ബേസിലേക്ക് എത്തുക ആ വേരിയബിൾ ആയിരിക്കും എലിമിനേറ്റ് ആയി പോവുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ബിയിൽ മാത്രമുള്ള ഒരു ഫോർമുല കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എയുടെ വാല്യൂയും കിട്ടും. ഫൈനലി എന്ത് കിട്ടും, ഈ പറയുന്ന നമ്മുടെ റിഗ്രഷൻ അനാലിസിസ് അല്ലെങ്കിൽ റിഗ്രഷന്റെ ആ ഒരു ലൈൻ കിട്ടും. അപ്പോൾ അത് y = a + bx എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, എയുടെയും ബിയുടെയും വാല്യൂസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കി എന്ത് ചെയ്യുക, അതിന് വേണ്ട ആൻസറും കൂടെ കൊടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആൻസർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 4 സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് ഇത് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമുക്കിവിടെ പറയുന്നതാണ്, an investigation into the use of scooters in 5 towns has resulted in the following data. 5 ടൗണിൽ എന്താണ് ഈ പറയുന്ന സ്കൂട്ടറിന്റെ കാര്യങ്ങളെ പറ്റി ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ഡേറ്റയാണ് പറയുന്നത്. ഈ പറഞ്ഞ 5 ടൗണിലെയും പോപ്പുലേഷൻ തന്നിട്ടുണ്ട്, 5 ടൗണിലുള്ള നമ്പർ ഓഫ് സ്കൂട്ടേഴ്സിന്റെ എണ്ണവും തന്നിട്ടുണ്ട്. ഇപ്പൊ പോപ്പുലേഷൻ ഇൻ ലാക്ക് ആണ്, നമ്പർ ഓഫ് സ്കൂട്ടേഴ്സിന്റെ എണ്ണം എന്താണ് ഇൻ നമ്പേഴ്സ് തന്നെയാണ്, തൗസൻഡ്സോ കാര്യങ്ങളൊന്നും അല്ല. എന്ത് ചെയ്യുക, ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോലെ തന്നെ എക്സ് വൈ എക്സ് സ്ക്വയർ ടോട്ടൽ എടുക്കുക. എന്ത് ചെയ്യുക, രണ്ട് ഫോർമുല ഉണ്ട്, രണ്ട് ഫോർമുലയിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് ഫോർമുല എങ്ങനെയാണ്, 35,000 5a-യും 40a-യും 40b-യും 370b-യും. ഇവിടെ നമുക്ക് എന്താണ് എയിലേക്ക് തന്നെ മാറ്റുന്നതാണ് എളുപ്പം. നിങ്ങൾക്ക് ബിയിലേക്ക് മാറ്റണമെങ്കിൽ ബിയിലേക്കും മാറ്റാം, പക്ഷേ ഇത് ഫാക്ടർ കോമൺ അല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വലിയൊരു വാല്യൂ ഒക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പം നമ്പേഴ്സ് പിന്നെയും ബിഗ് ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതാണോ കുറഞ്ഞ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ എടുക്കുക. ഇവിടെ നമുക്ക് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു എ എന്ന് പറയുന്ന വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് സപ്പോസ് വേറെ ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മളിപ്പോൾ കണ്ട രണ്ട് ക്വസ്റ്റ്യനിൽ എന്താണ് ഈ പറയുന്ന വലിയ വാല്യൂവിനെ ചെറിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് കിട്ടിയേനെ. സപ്പോസ് ഈ പറയുന്ന 5 എന്ന് പറയുന്ന വാല്യൂവിന് പകരം 6 ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, നിങ്ങൾക്ക് 14നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ പറയുന്ന രീതിയിൽ എന്താണ് 6a ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന 40a-യിലേക്ക് എത്തിക്കാനായിട്ട് നോക്കണം എന്നില്ല. നിങ്ങൾ ഈ പറയുന്ന രണ്ട് ഫാക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കോമൺ ആയിട്ടൊരു ഫാക്ടറിലേക്ക് എത്തും. അതല്ല നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് അത് ചെയ്ത് കാണിക്കാം. അതായത് നമ്മുടെ വാല്യൂസ് എന്തൊക്കെയാണ്, 35,000 ഈസ് ഈക്വൽ ടു 5a + 40b. അതുപോലെ തന്നെ 3,11,000 ഈസ് ഈക്വൽ ടു 40a + 370b. നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ കോമൺ ആയിട്ട് ഫാക്ടർ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുവാണ്. ഇങ്ങനെ നേരെ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഹോൾ നമ്പർ ഇതുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കലി കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ കിട്ടും. സപ്പോസ് ഇത് എന്താണ് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ ചിലപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും, ചിലപ്പോൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്തോളുക. അതെല്ലാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്, തെറ്റി പോകുന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന നമ്പറും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 35,000-നെയും ഈ പറയുന്ന ഫുൾ ഇക്വേഷൻ എന്തുകൊണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോളുക, ആ പറയുന്ന 40 കൊണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോളുക. ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 5a × 40 + 40b × 40. ഇങ്ങനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താലും എന്താണ് 40 × 5 അതായത് 200 എന്ന് പറയുന്ന ബേസിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഇക്വേഷനെ ഇതും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും, ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് എന്താണ് സംഭവം, നിങ്ങൾക്ക് ഈ പറയുന്ന കോമൺ ബേസ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ഫസ്റ്റ് ഇക്വേഷനിൽ നിങ്ങൾ സെക്കൻഡ് ഇക്വേഷന്റെ വാല്യൂ, അതായത് ഫസ്റ്റ് ഇക്വേഷനിൽ ഈ പറയുന്ന 40 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക, സെക്കൻഡ് ഇക്വേഷനിൽ എല്ലാത്തിനെയും ഈ പറയുന്ന 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമൺ ബേസിൽ എത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും എളുപ്പം. അതല്ല നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഈ 40 കൊണ്ടും 5 കൊണ്ടും അങ്ങനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക്
ഒന്നും കൂടെ ചെറിയൊരു വാല്യൂ വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ടും നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന താഴത്തെ വേരിയബിൾ കൊണ്ട് മുകളിലത്തെ മുഴുവൻ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക, മുകളിലത്തെ വേരിയബിൾ ഈ പറഞ്ഞ കോൺസ്റ്റന്റ് കൊണ്ട് താഴത്തെ എല്ലാ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോമൺ ബേസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ, അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എലിമിനേഷൻ രീതിയിൽ ചെയ്തോളുക, അല്ലെങ്കിൽ എന്ത് ചെയ്തോളുക, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ഫസ്റ്റ് ഫോർമുല, അതായത് ബിയുടെയും എയുടെയും വാല്യൂവിന് ഡയറക്ട്ലി വാല്യൂസ് കിട്ടുന്ന രീതിയിൽ. ഇവിടെ ഫോർമുല കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നേ ഉള്ളൂ, പക്ഷേ നമുക്ക് ഡയറക്ട്ലി ആൻസർ കിട്ടും. ഇവിടെ പക്ഷേ എന്താണ്, ഫോർമുല കുറച്ചും കൂടെ സിമ്പിളാണ്, ഓർത്തിരിക്കാനും എളുപ്പമാണ്. സിഗ്മ വൈ ഇസിക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സ്, സിഗ്മ എക്സ് വൈ ഇസിക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ. നമുക്കത് ആ ഒരു ഫ്ലോയിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ എലിമിനേഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. അത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇത് ഫോളോ ചെയ്താൽ മതി. ഇതിൽ ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് നമ്മുടെ ഈ പറഞ്ഞ പറഞ്ഞ നാലാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ വരിക. എന്നിട്ട് അൾട്ടിമേറ്റ്ലി അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്നും കൂടെ ഫൈനലി നോക്കുക. fit a linear regression of y on x and estimate the number of scooters to be found in a town with a population of 16 lakh. അതായത് എക്സിന്റെ വാല്യൂ 16 വരുമ്പോൾ എന്തായിരിക്കും നമ്പർ ഓഫ് സ്കൂട്ടേഴ്സിന്റെ വാല്യൂ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന രീതിയിൽ എലിമിനേഷൻ ഒക്കെ ചെയ്ത് നമുക്ക് ബിയുടെയും വാല്യൂ കിട്ടും, എയുടെയും വാല്യൂ കിട്ടും. യൂഷ്വലി നമ്മുടെ ഫോർമുലയായ y is equal to a plus bx കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, y is equal to a plus bx എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ ഒരു റിഗ്രഷൻ ഇക്വേഷൻ കിട്ടും. ഈ പറയുന്ന റിഗ്രഷൻ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യുക, 16ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടും, വൈക്ക് ഒരു വാല്യൂ കിട്ടും. അതായിരിക്കും നിങ്ങളുടെ എന്ത്, ഈ പറയുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ സബ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലത്തിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുക. ഇവിടെ എന്താണ്, നമുക്ക് ഫോർമുല ഉണ്ട്, ഫോർമുല ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ആൻസേഴ്സ് നമുക്ക് എയുടെയും വാല്യൂ കിട്ടും, ബിയുടെയും വാല്യൂ കിട്ടും, ഒരു റിഗ്രഷൻ ഇക്വേഷനും കിട്ടും. എന്നാൽ ഇതല്ലാത്ത വേറൊരു രീതിയിലുള്ള പ്രോബ്ലം കൂടെ നമുക്ക് ഇതിൽ കാണാനുണ്ട്. അതാണ് നമ്മൾ ഇല്ലുസ്ട്രേഷൻ 1 ഉം 2 ഉം. ബട്ട് കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന ഡയറക്റ്റ് മെത്തേഡിനേക്കാൾ എളുപ്പം ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്താണ് ഇൻഡയറക്റ്റ് മെത്തേഡും ഡയറക്റ്റ് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈ ഇല്ലുസ്ട്രേഷൻ 1 നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്തല്ല, എക്സിന് നിങ്ങൾക്ക് ഓരോ, ഇതാണ് എക്സ്, ഇതാണ് വൈ. ഓക്കെ, എക്സിന് നിങ്ങൾക്ക് എന്തല്ല, ഓരോ വാല്യൂസ് ഇങ്ങ് തന്നേക്കുമല്ല, കുറെ വർഷങ്ങൾ തന്നേക്കുക. 2017 ഇങ്ങനായിരുന്നു, 2018 ഇങ്ങനായിരുന്നു, 2019 ഇങ്ങനായിരുന്നു, 2020 ഇങ്ങനായിരുന്നു, 2021 ഇങ്ങനായിരുന്നു. ഇങ്ങനെ കുറെ ഇയർ തന്നിട്ട് ആ ഇയറിന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂസ്, ഇവിടെ നമുക്ക് സെയിൽസ് ആണ്, സെയിൽസ് ഇൻ തൗസൻഡ്സ് ആണ്, കറസ്പോണ്ടിങ് വൈ വാല്യൂസ് തന്നേക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എക്സിന്, ഓക്കെ എക്സിന്റെ വാല്യൂ 2017, 2018 അങ്ങനെ അങ്ങ് എടുക്കാം. അങ്ങനെ വിചാരിക്കരുത്, നിങ്ങൾക്ക് ആൻസർ കിട്ടത്തില്ല. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ്, ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, എത്ര ഇയർ ഉണ്ടെന്നുള്ളത് ഇൻഡിവിജ്വലി കൗണ്ട് ചെയ്ത് നോക്കുക. 1, 2, 3, 4, 5, 6, 7. ഇവിടെ നമുക്ക് 7 വർഷമാണ് ഉള്ളത്. അപ്പം ഈ പറയുന്ന കൗണ്ട് ഓഡ് ആണോ ഈവൻ ആണോ എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യേണ്ട രീതി. അപ്പം ഈ പറയുന്ന കൗണ്ട് ഓഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും, ഓഡ് നമ്പർ ആണ് നമുക്ക് കിട്ടിയ കൗണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന മിഡിൽ മോസ്റ്റ് നമ്പർ 1, 2, 3, 4, 5, 6, 7, 7ന്റെ മിഡിൽ മോസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 4ാമത്തെ നമ്പർ വരും. അതായത് ലെഫ്റ്റിലോട്ട് 3 നമ്പർ, റൈറ്റിലോട്ട് 3 നമ്പർ. ഈ പറയുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യുക, 0 കൊടുക്കുക. ഈ പറയുന്ന നമ്പറിന് 0 കൊടുക്കുക. അതിന്റെ ലെഫ്റ്റിലോട്ടുള്ള ഓരോ വാല്യൂസിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്ന് കുറച്ച് വരിക. അതായത് -1, -2, -3. റൈറ്റിലോട്ടുള്ളതിന് 1, 2, 3. ഈ പറയുന്ന രീതിയിൽ ഇതിന്റെ എക്സ് വാല്യൂസിനെ കൺവേർട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ആൻസർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നോക്കിക്കേ, എക്സിന്റെ വാല്യൂ 2017 എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് എന്തായിട്ട് എടുത്തു, -3 ആയിട്ട് എടുത്തു. 2018 -2 ആയിട്ട് എടുത്തു. 2019 -1 ആയിട്ട് എടുത്തു. ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ 1, 2, 3 ഈ പറഞ്ഞ രീതിയിൽ എടുത്തു. അത് എന്തുകൊണ്ടാണ്? കാരണം ഈവൻ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ നടുക്കത്തെ നമ്പറിന് 0യും ലെഫ്റ്റിലെ റൈറ്റിലെ നമ്പർ കറസ്പോണ്ടിംഗ്ലി സെറ്റ് ഓഫ് ആയി പോകുന്ന രീതിയിലുള്ള വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഈ പറയുന്ന രീതിയിൽ നമ്മുടെ എക്സിന്റെ അഗ്രിഗേറ്റ് അല്ലെ എക്സിന്റെ സിഗ്മ എക്സ് എന്നുള്ള വാല്യൂ നമുക്ക് എന്തിലേക്ക് എത്തിക്കാൻ പറ്റും, 0യിൽ എത്തിക്കാൻ പറ്റും. അങ്ങനെ 0യിൽ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടേഷനിൽ ഒരുപാട് എളുപ്പമുണ്ട്. അതാണ് നമുക്ക് ഈ പറയുന്ന ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ നോർമലി ചെയ്ത പ്രൊസീജിയറിൽ നിന്ന് ഫസ്റ്റ് വ്യത്യാസം എന്താണ്,
ഇയർ ആണെന്നുണ്ടെങ്കിൽ എത്ര ഇയർ ഉണ്ടെന്ന് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഈ പറയുന്ന രീതിയിൽ വാല്യൂസ് അസൈൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം ഓഡ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അസൈൻ ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. സെൻട്രൽ മോസ്റ്റ് വാല്യൂവിന് 0 കൊടുക്കുക, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഓരോ ഗ്യാപ്പിൽ, അതായത് ഈ പറഞ്ഞ ഇതിന്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഗ്യാപ്പ് സെയിം ആയിരിക്കണം. ഇവിടെ മൊത്തം നോക്കിയേ 1 ആണ് ഗ്യാപ്പ്, -3 -2 -1 0 1 2 3. ഓക്കെ, ഓഡ് നമ്പേഴ്സ് ആണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. മിഡിൽ മോസ്റ്റ് നമ്പറിന് 0യും ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെ, റൈറ്റിലേക്ക് വാല്യൂ കൂടുന്ന രീതിയിൽ ലെഫ്റ്റിലും റൈറ്റിലും ഒരേപോലെ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ പറഞ്ഞ രീതിയിൽ വാല്യൂസ് ഓരോന്ന് ആഡ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അതേസമയം സപ്പോസ് ഇതിന്റെ വാല്യൂ എന്തല്ല, ഈ പറയുന്ന രീതിയിൽ ഓഡ് നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല. സപ്പോസ് ഇവിടെ നമുക്ക് എന്താണ് ഈ പറയുന്ന രീതിയിൽ 2024 കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, 2024 കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്തേനെ? ഇതാണ് രണ്ടാമത്തെ പ്രോബ്ലം, അതായത് അടുത്ത ഇല്ലുസ്ട്രേഷനിലുള്ള ഡിഫറൻസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ രീതിയിൽ 7ന് പകരം 8 വർഷം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മിഡിൽ മോസ്റ്റ് എന്ന് പറയുമ്പോൾ 1 വർഷമല്ല 2 വർഷം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിടത്ത് 0 കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. കാരണം ഒരു വാല്യൂ ഒരിടത്ത് ഈ പറഞ്ഞ ഫുള്ള് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്താണ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം എന്ന് പറയുന്നത്. നേരത്തെ നമ്മുടെ വാല്യൂ എങ്ങനെയായിരുന്നു? -3 -2 -1 0 1 2 3. ഇതുപോലെ ഈക്വലി ഡിസ്റ്റൻസ് വരണം ഓരോ ഔട്ട്പുട്ടും തമ്മിൽ, എന്നാലേ നമുക്ക് ഈ പറഞ്ഞ ഫോർമുല വർക്ക് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് 8 വർഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് മിഡിൽ മോസ്റ്റ് 2 വാല്യൂ, ഈ പറയുന്ന 2 വാല്യൂ ഉണ്ട്. ഈ പറയുന്ന 2 വാല്യൂവിന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? -1ഉം 1ഉം കൊടുക്കേണ്ടി വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര? തമ്മിലുള്ള ഡിഫറൻസ് 2 ഉണ്ട്. അതുകൊണ്ട് ബാക്കി എന്ത് ചെയ്യുക? ഇങ്ങോട്ട് -3 -5 -7, ഇങ്ങോട്ടാണെങ്കിലോ 3 5 7. ഇങ്ങനെ കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ വാല്യൂ, അതായത് എക്സിന്റെ സമ്മിനെ നമ്മൾ എന്താക്കി എടുക്കും? 0 ആക്കി എടുക്കും. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന രീതി. അപ്പോൾ എന്താണ് നമ്മൾ നോർമലി ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന രീതി? അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്ന രീതിയും ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യുന്ന രീതിയും എങ്ങനെയാണ് അത് ഡിഫറൻസ് വരുന്നത് എങ്ങനെയാ? ഒന്നാമത്തെ കാര്യം, നമുക്ക് തരുന്ന ഡേറ്റ എന്തായിരിക്കും? ഇയേഴ്സ് ആയിരിക്കും. ഇയേഴ്സിനെ നമുക്ക് അതാത് വാല്യൂസിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യും? ഈ പറയുന്ന സിഗ്മ എക്സ്, അതായത് ടോട്ടൽ വാല്യൂ ഓഫ് എക്സ് 0 ആക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന എക്സ് വാല്യൂസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുക്കും. അപ്പോൾ അത് എന്ത് ചെയ്ത് നോക്കുക? നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 6 ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 6 ആണ്. ഇപ്പം മിഡിൽ മോസ്റ്റ് 2 നമ്പറിന് -1ഉം 1ഉം കൊടുത്തു. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ആ ഡിഫറൻസ്, അതായത് 2 നമ്പേഴ്സിന് ഡിഫറൻസ് വരുന്ന രീതിയിൽ -3 -5ഉം +3 +5 എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ വാല്യൂ ഓഫ് എക്സിനെ 0 ആക്കി എടുത്തു. അപ്പോൾ ഇതാണ് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷനും ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷനും തമ്മിൽ ചെയ്തു വരുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി എങ്ങനെയാ? ബാക്കി നമ്മുടെ സെയിം പ്രൊസീജിയർ തന്നെ. എന്ത്? എക്സിന്റെ വാല്യൂ കിട്ടി, ഓക്കെ. ബാക്കി എന്ത് ചെയ്യുക? വൈയുടെ വാല്യൂ, വൈയുടെ വാല്യൂ, x² വാല്യൂ ഓരോന്നും എന്ത് ചെയ്യുക? ഇൻഡിവിജ്വലി കണ്ടുപിടിക്കുക, ടോട്ടൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ മറ്റേ ഫോർമുല തന്നെ യൂസ് ചെയ്യാം. സിഗ്മ xy = ആ രീതിയിൽ നമുക്ക് പോവാം. പക്ഷെ അത്ര ആവശ്യമില്ല, കാരണം ഇവിടെ ഓൾറെഡി സിഗ്മ എക്സിന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടും ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ പറയുന്ന വാല്യൂസ് അങ്ങ് യൂസ് ചെയ്താൽ മതി. എയുടെ വാല്യൂ എങ്ങനെ? സിഗ്മ y/n. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 90 ആണെന്ന് കിട്ടും. അതുപോലെ ബിയുടെ വാല്യൂവിന് സിഗ്മ xy/സിഗ്മ x². ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ബിയുടെ വാല്യൂ 2 ആണെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇങ്ങനെ ഈ പറയുന്ന എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും ഡയറക്റ്റ്ലി ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന രീതിയിൽ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് വാല്യൂസ് കിട്ടും. അപ്പം ഈ ഫോർമുലാസ് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എയുടെ വാല്യൂ സിഗ്മ y/n ആണെന്നുള്ളതും ബിയുടെ വാല്യൂ സിഗ്മ xy/സിഗ്മ x² ആണെന്നുള്ളതും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എയുടെയും ബിയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് റിഗ്രഷൻ ഇക്വേഷൻ കിട്ടും. പിന്നെ നമുക്ക് അൾട്ടിമേറ്റ്ലി ചോദിച്ചിട്ടുള്ളത് 2024, 2025, 2026, അതായത് അടുത്ത 3 ഇയറിലേതും കൂടെ നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? പ്രൊജക്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊജക്ട് സെയിൽ ഫോർ നെക്സ്റ്റ് 3 ഇയേഴ്സ്. ഇപ്പോൾ 24, 25, 26 ചെയ്ത് പ്രൊജക്ട് ചെയ്യുക. 24 എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? നമുക്ക് 23 എന്ന് പറയുന്നത് ഇവിടെ 3 ആണ്. ആ ഡിഫറൻസ് നോക്കുക. അതായത് 2022 2 ആണ്, 2023 3 ആണ്. അങ്ങനെയാണെങ്കിൽ 2024 4 വരും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ എക്സിന്റെ വാല്യൂ 4 വരുമ്പോഴാണ് 2024 വാല്യൂ, എക്സിന്റെ വാല്യൂ 5 വരുമ്പോൾ 2025 വാല്യൂ, എക്സിന്റെ വാല്യൂ 6 വരുമ്പോൾ 2026 വാല്യൂ. അതേസമയം ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആയിരുന്നെങ്കിലോ?
ഈ പറയുന്ന കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഓരോ ഐറ്റംസ് തമ്മിലുള്ള ഡിഫറൻസ് 2 വന്നേനെ. അങ്ങനെയാണെങ്കിൽ ഓരോ ഇയറിന് നമ്മൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ 1, 3, 5 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2024 വരുമ്പോൾ അടുത്ത ഒബ്സർവേഷൻ 7 ആയിട്ടും 2026 വരുമ്പോൾ അത് 9 ആയിട്ടും ആ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെയാണ് നമുക്കിത് സെറ്റ് ഓഫ് ചെയ്ത് പോകാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഓഫ് ഇയേഴ്സും അതുപോലെ ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഫ് ഇയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ നമുക്ക് എന്താണ് സിഗ്മ എക്സിന്റെ വാല്യൂ 0 ആയി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, എയുടെയും ബിയുടെയും വാല്യൂ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ എന്നും ബി ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ ബൈ സിഗ്മ എക്സ് സ്ക്വയർ എന്നും അങ്ങനെ കാണാണ്ട് പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് ആക്ച്വലി എന്താണ്, നമുക്ക് ആക്ച്വലി ഉള്ള രണ്ട് ഇക്വേഷൻസ് ഉണ്ടല്ലോ. എന്ത്, സിഗ്മ വൈ ഇസ് ഈക്വൽ ടു എൻ എ പ്ലസ് ബി സിഗ്മ എക്സും അതുപോലെ തന്നെ സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു എ സിഗ്മ എക്സ് പ്ലസ് ബി സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ രണ്ട് ഫോർമുല ഉണ്ട്. ഈ ഫോർമുലനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഫോർമുലയിൽ സിഗ്മ എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ എന്ത് എഫക്റ്റാണ് സംഭവിക്കുക, ഇവിടെ സിഗ്മ എക്സിന്റെ വാല്യൂ, ഈ ഫോർമുലയിൽ സിഗ്മ എക്സിന്റെ വാല്യൂ ഇവിടെ 0 ആയി പോകും. ഇവിടെ 0 ആയി പോകുമ്പോൾ ബിയുടെ വാല്യൂ ഇല്ലാണ്ടാവും. അപ്പോൾ ഈ ഫോർമുലയിൽ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ, സിഗ്മ വൈ ഈസ് ഈക്വൽ ടു എൻ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് എങ്ങനെ എയുടെ വാല്യൂ കണ്ടുപിടിക്കാം, എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് സിഗ്മ വൈയുടെ സ്ഥലത്തേക്ക് എന്നിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്താൽ മതി, അപ്പുറത്തേക്ക് എത്തിച്ചാൽ മതി. അങ്ങനെയാണ് ഈ ഫോർമുല എ ഈസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ എന്ന് വന്നത്. സിമിലർലി ബിയുടെ ഈ പറഞ്ഞ ഫോർമുലയും മാറിയത് അങ്ങനെ തന്നെയാണ്. ഇവിടെ സിഗ്മ എക്സിന്റെ വാല്യൂ ഇവിടെയും 0 തന്നെയാണ്. എ സിഗ്മ എക്സ് എന്നുണ്ട്, ഈ വാല്യൂ എന്തായി പോകും, 0 ആയി പോകും. ഈ വാല്യൂ 0 ആയി പോയി. അപ്പോൾ ബാക്കി എന്താ ഉള്ളത്, സിഗ്മ എക്സ് വൈ ഇസ് ഈക്വൽ ടു ബി സിഗ്മ എക്സ് സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്ന് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ബി എ ഇവിടെ നിർത്തുക, സിഗ്മ എക്സ് വൈയുടെ സ്ഥലത്തേക്ക് ഈ പറയുന്ന സിഗ്മ എക്സ് സ്ക്വയറിനെ ട്രാൻസ്പോസ് ചെയ്യുക, ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് എയുടെ വാല്യൂ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടുക. അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള അഡ്വാൻറ്റേജ് ഇതാണ്, സിഗ്മ എക്സിനെ നമുക്ക് 0 ആക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫോർമുല സെയിം ഫോർമുല തന്നെ, ഈ പറയുന്ന രണ്ട് ഫോർമുല നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് നമ്മൾ എന്താണ് ആദ്യം നമ്മൾ കണ്ട രണ്ട് ഫോർമുല, എന്ത്, ഒന്നെങ്കിൽ ഈ പറയുന്ന ഫോർമുലയും ഈ എയുടെയും ബിയുടെയും വാല്യൂ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കുന്ന ഫോർമുലാസ് മാത്രം നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോർമുല മാത്രം പഠിക്കുക. ഇതിൽ ഏത് ഫോർമുല നിങ്ങൾ യൂസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ സിഗ്മ എക്സിന്റെ വാല്യൂ 0 ആയി പോകുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കേസിൽ നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി ഈ പറയുന്ന ഫോർമുല ആയിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. മറ്റേ രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും, ഇല്ല എന്നല്ല പറയുന്നത്. എന്നാലും ഒരുപാട് കമ്പ്യൂട്ടേഷൻസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. ഈ പറയുന്ന രണ്ടാമത്തെ മെത്തേഡ് സിഗ്മ വൈയും സിഗ്മ എക്സ് വൈയും യൂസ് ചെയ്തിട്ടുള്ള ഫോർമുല ആണെങ്കിൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എയുടെ വാല്യൂ ഇങ്ങനെ കിട്ടും, ബിയുടെ വാല്യൂ ഇങ്ങനെയും കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. അപ്പം ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ ഓവറോൾ ഒന്ന് സമ്മറൈസ് ചെയ്തൊരു ഐഡിയ പറഞ്ഞുതരാം. നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ തിയറിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. തിയറി ജസ്റ്റ് എന്താണ് ഷോർട്ട് ടൈം, മീഡിയം റൺ, ലോങ് റൺ എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്സ് ഓഫ് ഫോർകാസ്റ്റിംഗും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഓഫ് ഫോർകാസ്റ്റിംഗും നിങ്ങൾ അറിഞ്ഞിരിക്കുക, MCQ പർപ്പസിന് വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താണ് പ്രോബ്ലം ഏരിയയിൽ നമുക്ക് എന്താണ് y is equal to a plus bx എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്തുണ്ട്, ഒരു റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് സാധിക്കണം. ആ റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ ബിക്കും എയ്ക്കും ഓരോ ഫോർമുല യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ബിയുടെ എയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സിഗ്മ വൈയും സിഗ്മ എക്സ് വൈയും ഉപയോഗിച്ചുകൊണ്ട് ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലാണെന്നുണ്ടെങ്കിലും ഇൻഡയറക്റ്റ് മെത്തേഡിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട രീതി അങ്ങനെ തന്നെയാണ്. എക്സ് വൈ എക്സ് വൈ എക്സ് സ്ക്വയർ ഈ പറഞ്ഞ 4 വാല്യൂസും എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ അത്ര ഒബ്സർവേഷൻസ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ കണ്ടുപിടിക്കുക. ഡയറക്റ്റ് മെത്തേഡിലും ശരി ഇൻഡയറക്റ്റ് മെത്തേഡിലും ശരി. ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വാല്യൂസും നിങ്ങൾക്ക് എക്സിന്റെ വൈയുടെയും വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. അതെങ്ങനെ എടുക്കുന്നത്, അതായത് ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യുന്ന എവിടെയാ, ഇയർ ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ എക്സിന്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ ഒന്നുമില്ല, മിഡിൽ മോസ്റ്റ് നമ്പറിന് 0 കൊടുക്കുക, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 1 വെച്ചിട്ട് ആഡ് ചെയ്ത് ലെസ് ചെയ്ത് പോവുക. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈവൻ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, മിഡിൽ മോസ്റ്റ് നമ്പർ എന്ന് പറയാൻ 2 നമ്പേഴ്സ് ഉണ്ടാവും. ആ 2 നമ്പേഴ്സിന്റെ സമ്മ് 0 വരുന്ന രീതിയിൽ -1ഉം +1ഉം കൊടുക്കുക. ലെഫ്റ്റിലോട്ടുള്ളത് നെഗറ്റീവും റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് ആവുന്ന രീതിയിൽ. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്, -1ഉം +1ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഉള്ള ഓരോ സബ്സിക്വന്റ് നമ്പേഴ്സിനും നിങ്ങൾ എന്ത് ചെയ്യുക, 2 ഡിഫറൻസ് വരുന്ന രീതിയിൽ. ലെഫ്റ്റിലേക്കാണെങ്കിൽ -1 കഴിഞ്ഞാൽ -3 -5 അങ്ങനെയും, റൈറ്റിലേക്ക് 1 കഴിഞ്ഞാൽ 3 5 അങ്ങനെയും ചെയ്തു പോകും.
അൾട്ടിമേറ്റ്ലി ഫൈനൽ ആൻസർ അവർ ചോദിക്കുന്ന ആൻസറിൽ ഈ പറയുന്ന രീതിയിൽ സബ്സിക്വൻറ്റ് 2 years അല്ലെങ്കിൽ 3 years ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് തന്നെ ചെയ്യുക, നിങ്ങൾ എടുത്തിരിക്കുന്ന സീക്വൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താ, ഈ പറയുന്ന രീതിയിൽ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഒന്നും കൂടെ ചെറുതാവും. കാരണം ഈ പറയുന്ന രീതിയിൽ ഒരു ഇക്വേഷനിൽ നിന്ന് ബി ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആയി പോകും, മറ്റൊരു ഇക്വേഷനിൽ എ ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റ് ആയി പോകും. ഡയറക്ട്ലി എ മാത്രമുള്ള ഒരു ഇക്വേഷനും ബി മാത്രമുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് വരും, ഡയറക്ട്ലി ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ സംഭവിക്കുക. ഡയറക്റ്റ് മെത്തേഡിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒന്നെങ്കിൽ എയിലും ബിയിലും ഉള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സിഗ്മ വൈയും സിഗ്മ എക്സ് വൈയും വെച്ചിട്ട് എന്താണ് രണ്ട് ഫോർമുല കണ്ടുപിടിച്ചിട്ട് ആ രണ്ട് ഫോർമുലയിൽ നിന്ന് ഒരു ഫോർമുലയിലെ വേരിയബിൾ, അതായത് രണ്ട് ഫോർമുലയിലെയും കോമൺ ആയിട്ട് വരുന്ന ഐദർ എ അല്ലെങ്കിൽ ബിനെ നിങ്ങൾ എന്ത് ചെയ്യുക, എലിമിനേഷൻ മെത്തേഡ് വഴി എലിമിനേറ്റ് ചെയ്ത് മറ്റേ വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എയുടെ ആണെങ്കിൽ എയുടെ, ബിയുടെ ആണെങ്കിൽ ബിയുടെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേ വാല്യൂ കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലെ പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. നമുക്ക് 4+1 5 പ്രോബ്ലംസ് ആണുള്ളത്. അതിൽ എക്സാമ്പിളും ലാസ്റ്റത്തെ ഇലിസ്ട്രേഷൻ 3ഉം 4ഉം സെയിം നേച്ചറിലാണ്. അതായത് ഡയറക്റ്റ് മെത്തേഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. എക്സാമ്പിൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണ്, എയുടെയും ബിയുടെയും വാല്യൂസിനുള്ള ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടും, തേർഡ് ഫോർത്ത് ഇലിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് സിഗ്മ വൈയും സിഗ്മ എക്സ് വൈ എന്നുള്ള ഫോർമുല, ആ രണ്ട് ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുമാണ്. ഇലിസ്ട്രേഷൻ 1ഉം 2ഉം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. അതായത് എക്സിന്റെ സമ്മ് 0 ആവുന്ന രീതിയിൽ എന്താണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നോക്കിയിട്ട് 0 1 2 3 ആ ഫോർമാറ്റിൽ പോകണോ, 0 അല്ല -1 1 -3 3 ആ ഒരു രീതിയിലാണോ ചെയ്തു പോകേണ്ടത് എന്നുള്ളത് എന്താണ്, നമ്പർ ഓഫ് ഇയേഴ്സിന്റെ ആ ഒരു ഒബ്സർവേഷൻ എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടെന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പം ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ കൺവീനിയന്റ്, ഈ പറയുന്ന രീതിയിൽ എയും ബിയും യൂസ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, അതല്ല ഈ പറയുന്ന രീതിയിൽ സിഗ്മ വൈ സിഗ്മ എക്സ് വൈ ആ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ നോർമലി ഈ പറഞ്ഞ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന് നമുക്ക് പ്രോബ്ലം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. വന്നു കഴിഞ്ഞാൽ 7 മാർക്കിന് വരും, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് സുഖമായിട്ട് 7 മാർക്കും സ്കോർ ചെയ്യുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. ഞാനിപ്പം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന രണ്ട് മെത്തേഡിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസും എക്സാമ്പിളുമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന എന്താണ് രണ്ട് മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് തന്നെ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് രണ്ട് മെത്തേഡിലും സെയിം വാല്യൂ തന്നെ ആൻസർ കിട്ടും. നിങ്ങൾ ഏതിലാണോ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ വാല്യൂ നിങ്ങൾ, ആ ഒരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ. രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പ്രിഫറബിളി രണ്ടാമത്തെ ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ. കാരണം ഇൻഡയറക്റ്റ് മെത്തേഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന രീതിയിൽ എയുടെയും ബിയുടെയും വാല്യൂ ഡയറക്റ്റ്ലി ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളാം, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് എന്താണോ അത് ചൂസ് ചെയ്തോളാം. പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എല്ലാ പ്രോബ്ലംസും നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രാവശ്യമെങ്കിലും വർക്കൗട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രോപ്പർ നോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ടും അറ്റ്ലീസ്റ്റ് 1 or 2 ടൈംസ് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് വർക്കൗട്ട് ചെയ്യുക. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിലെ എല്ലാ പ്രോബ്ലംസും തന്നെ എന്തായിരിക്കും, ഈ പറഞ്ഞ റിഗ്രഷൻ ഇക്വേഷൻ്റെ ഫോർമുലാസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഐദർ ഈ പറഞ്ഞ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡിലായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിലുള്ള ഡിഫിക്കൽട്ടീസേ ഉള്ളൂ. അഡീഷണലി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് directly ചോദിക്കാം. I will be available anything for anything and everything. You can contact me, not an issue. Okay, അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ്, സിമ്പിൾ ഏരിയയാണ്. ജസ്റ്റ് 2 ഫോർമുലാസ് നിങ്ങൾ കാണാണ്ട് പഠിക്കേണ്ടി വരും, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഡിസ്കസ് ചെയ്യാം.